സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PSC ഫിഷറീസ് ഓഫീസർ തസ്തികയിലേക്ക് വേണ്ടിയുള്ള സബ്ജക്റ്റിലെ ഒരു പോർഷനാണ്. അതായത് മറൈൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിലെ ഇൻ്റർട്രൈഡൽ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏരിയയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻ്റർട്രൈഡൽ എക്കോസിസ്റ്റം എന്താണെന്ന്. ഇൻ്റർട്രൈഡൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സീഷോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഹൈസ്റ്റ് ഹൈറ്റ് ലൈനും ലോസ്റ്റ് ലോ ടൈഡിനും ഇടയിലുള്ള ആ സിസ്റ്റമാണ്. ഇത് വളരെ ചെറിയൊരു ഏരിയ ആണെങ്കിലും ഇവിടുത്തെ ഡൈവേഴ്സിറ്റി വളരെ വ്യത്യസ്തമാണ്, വളരെ ഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഏരിയ എന്താണ്, ആൾട്ടർനേറ്റീവ് ആയിട്ട് ഹൈറ്റൈഡ് വരുമ്പോഴത്തേക്ക് സബ്മർജ്ഡ് സ്റ്റേറ്റിലേക്ക് പോവുകയും ലോ ടൈഡ് വരുന്ന സമയത്ത് എയറോട്ട് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്താണ് ഇതൊരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു എൻവയോൺമെന്റ് ആണ്. കാരണം ഡെയിലി ടൈഡിൽ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ഇവിടെ എക്സ്പോസ്ഡ് ആവുകയും അതോടൊപ്പം തന്നെ എന്താണ് ഇത് സബ്മർജ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എല്ലാം എന്താണ് മറൈൻ സിസ്റ്റത്തിലേക്ക് പോവുകയും ടെറസ്ട്രിയൽ സിസ്റ്റത്തിലേക്ക് വരികയും ചെയ്യും ആൾട്ടർനേറ്റീവായിട്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ എൻവയോൺമെന്റ് വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും. അവിടുത്തെ എല്ലാ ഫാക്ടേഴ്സും ടെമ്പറേച്ചർ, സലൈനിറ്റി, മോയ്സ്ചർ, വേവ് ആക്ഷൻ ഇതിനകത്തെല്ലാം എന്താണ് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇവിടെ ഉള്ള എല്ലാ ഓർഗാനിസംസ് എടുത്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ എക്സ്ട്രീം എൻവയോൺമെന്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് കിട്ടിയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. അഡാപ്റ്റേഷൻസ് ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സോണിന് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മറൈൻ എൻവയോൺമെന്റ് ആണ്, അല്ലെങ്കിൽ മറൈൻ സിസ്റ്റത്തോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഓർഗാനിസംസും മറൈൻ ഒറിജിനലായിരിക്കും, മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസം. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറൈൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ സബ്മർജ്ഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരിക്കലും ഒരു സ്ട്രെസ് ആയിരിക്കുന്നില്ല. പക്ഷേ ഇവർക്ക് എന്താണ് ടെറസ്ട്രിയൽ സ്ട്രെസ് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ടെറസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ലോട്ടേഡ് സമയത്ത് നടക്കുന്നത് ഫിസിയോളജിക്കലി വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ പടം നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ അപ്പർ ഇന്റർടൈഡൽ സോണ്, ലോവർ ഇന്റർടൈഡൽ സോൺ, അതിൻ്റെ ഇടയിൽ മിഡിൽ ഇന്റർടൈഡൽ സോൺ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഓർഗാനിസം ഏതൊക്കെ ഏരിയയിൽ കാണുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയ റെപ്രസെന്റേഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലോവർ ഇന്റർടൈഡൽ സോൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈം എന്തായിരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും. ലോസ്റ്റ് ലോ ടൈഡ് സമയത്ത് മാത്രമായിരിക്കും എന്താണ് ഇത് എക്സ്പോസ്ഡ് ആവുന്നത്, വളരെ കുറച്ച് സമയത്ത് മാത്രമേ എക്സ്പോസ്ഡ് ആവും. പക്ഷേ ഈ അപ്പർ ഇന്റർടൈഡൽ സോണിലെ ഈ ഏരിയ എന്ന് പറയുന്നത് സ്പ്ലാഷ് സോൺ ആണ്. അതായത് ഹൈസ്റ്റ് ഹൈറ്റൈഡ് വരുന്ന സമയത്ത് വെള്ളം വേവ് ആക്ഷൻ കൊണ്ട് മാത്രമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലും ടെറസ്ട്രിയൽ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 രീതിയിലുള്ള ടെറിട്ടറിയൽ എക്കോസിസ്റ്റമാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് റോക്കി ഷോർ, അല്ലെങ്കിൽ നമ്മുടെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഷോർ ഏരിയ. പിന്നെ ഇന്ത്യൻ സാൻഡി ഷോർ, അതായത് നമ്മുടെ മണൽ നിറഞ്ഞ, നമ്മുടെ ബീച്ചസ് എന്ന് നമ്മൾ കോമൺ എന്ന് പറയുന്ന സാധനം മണൽ നിറഞ്ഞ ബീച്ച് ഏരിയസ് ആണ്. ദെൻ മഡി ഷോർ എന്ന് പറയുന്നത് സാൻഡി ഷോർ പോലെ തന്നെയാണ്, സാൻഡി ഷോറിന്റെ സിമിലർ ആയിട്ട്, പക്ഷേ അവിടെ എന്താണ് ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് മഡി ആയിട്ടുള്ളൊരു ഷോർ ഏരിയ ആയിരിക്കും. സോ ഇതിനകത്ത് ഏറ്റവും ഡൈവേഴ്സിറ്റി കൂടിയതെന്ന് പറയുന്നത് റോക്കി ഷോറിലായിരിക്കും കമ്പയർ ടു സാൻഡി ആൻഡ് മഡി ഷോർ. അപ്പോൾ ഈ റോക്കി ഷോറിന്റെ പ്രത്യേകതയെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ഇതൊരു ഹൈ എനർജി എൻവയോൺമെന്റ് ആണ്, അതുകൊണ്ട് വേവ് ആക്ഷൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഹൈ എനർജി എൻവയോൺമെന്റ് ആണ്. ഇവിടെ സെസൈൽ ഓർഗാനിസംസ് വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കും. അവരെന്താണ് ഈ വേവ് ആക്ഷനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് ഉള്ള ഒരു നല്ല രീതിയിലുള്ള ഡെൻസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. സെസൈൽ ആയിട്ടുള്ള, അതായത് പാറയിലൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. സോ ഇവിടുത്തെ ഓർഗാനിസംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് വേവ് ആക്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, ഒരുപാട് എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കും, സ്റ്റേണായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാം ഈ സബ്സ്ട്രേറ്റിൽ, പാറയുടെ പുറത്തൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് മാത്രമേ ഈ വേവ് ആക്ഷനെ വിസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്താണ് മൊബിലിറ്റി ഉള്ള ഓർഗാനിസം ആയിരിക്കണം. ഹൈലി വേവ് ആക്ഷൻ വരുന്ന സമയത്ത് എന്താണ് അതിൽ നിന്ന് ഓവർകം ചെയ്ത് ക്രെവിസസിലോ എല്ലാം കയറിയിരിക്കാം, ഓവർ ഹാങ്സിലോ കേവ്സിലോ കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗാനിസംസ് ആയിരിക്കണം. ദെൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ് റോക്ക് ഷോർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ ബാധിക്കും. കാരണം റോക്ക് പെട്ടെന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ നല്ല സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ എന്തൊരു പെട്ടെന്ന് ഈ ടെമ്പറേച്ചർ കൂടാനും, അതുപോലെ റെയിനി സീസണിലാണെങ്കിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ കോൾഡ് സീസണിലാകുമ്പോൾ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയാനും ഒക്കെ സാധ്യതയും. അപ്പോൾ ക്ലൈമറ്റ് ഫാക്ടറാണ്. ലെങ്ത് ഓഫ് എക്സ്പോഷർ ടു എയർ, എത്ര സമയം എയറോട്ട് എക്സ്പോഷർ വരുന്നു എന്നുള്ള ഒരു ഫാക്ടർ. അപ്പോൾ എക്സ്പോഷർ എയറോട്ട് കൂടുന്നതനുസരിച്ച് എന്താണ് ഇത് മറൈൻ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ പറ്റും കൂടുതൽ സമയം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ കുറച്ച് സമയം മാത്രമേ എയറോട്ട് എക്സ്പോഷർ ചെയ്യുന്ന കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ അവിടെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് കോഴ്സ് കൂടുതലായിരിക്കും. എമൗണ്ട് ഓഫ് ലൈറ്റ് നമുക്കറിയാമല്ലോ, ലൈറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയുടെ വളരെ ബേസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നല്ല ലൈറ്റ് കിട്ടുന്നിടത്താണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് പ്രൊഡക്ടിവിറ്റി കൂടുകയും ഡൈവേഴ്സിറ്റി കൂടുകയും ചെയ്യും. ദെൻ ഷേപ്പ് ഓഫ് ദ ഷോർ എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ എന്ത് പറ്റും, അവിടെ ഏരിയ കുറവായിരിക്കും. ഇന്റർടൈഡൽ സോൺ എന്ന് പറയുന്നത് വളരെ ചെറിയ സോണായിരിക്കും. അപ്പോൾ ചെറിയ സോൺ ആവുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്, നമ്മുടെ കോമ്പറ്റീഷൻ ഫോർ സ്പേസിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രശ്നം ഉണ്ടാകും. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ഡൈവേഴ്സിറ്റി കുറയുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്രെവിസസ്, ഓവർ ഹാങ്സ് തുടങ്ങിയ സംഭവങ്ങൾ എത്രത്തോളം ഉണ്ടോ
അതിനനുസരിച്ച് ഇവിടെ മോയ്സ്ചർ റിറ്റെയിൻ ചെയ്ത് കൂടുതൽ ഓർഗാനിസത്തിന് അതിൻ്റെ ഇടയിൽ കയറിയിരിക്കാൻ പറ്റും. സോ ഇതാണ് ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് റോക്കി ഷോർ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മേജറായിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോക്കി ഷോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു സോണേഷൻ പാറ്റേൺ കാണാൻ പറ്റും. അതായത് ഓരോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബാൻഡ്സ് കാണാൻ പറ്റും. സ്പെസിഫിക് കണ്ടീഷൻ ഹൈസ്റ്റ് ഹൈറ്റഡ് അല്ലെങ്കിൽ സബ് ലിറ്റോറൽ സോൺ, ലിറ്റോറൽ സോൺ, ഇൻഫ്രാ ലിറ്റോറൽ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓരോ സോണിലും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് ചില ഓർഗാനിസംസ് ചില സ്ഥലങ്ങളിൽ മാത്രം ഓവർ ക്രൗഡഡ് ആയിട്ട് ഡോമിനൻ്റ് ആയിട്ട് വളരുകയും സോ ചിലയിടത്ത് മറ്റൊരു ഓർഗാനിസം ആയിരിക്കും ഇതിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതിനനുസരിച്ച് കൃത്യമായ ഒരു ബാൻഡിങ് പാറ്റേണിൽ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മുടെ മൗണ്ടൻ കണ്ടീഷനിലൊക്കെ പറയുന്ന നമുക്ക് ഡിഫറെൻറ്റ് കളറിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡോമിനൻ്റ് ഓർഗാനിസംസ് ഓരോ സ്ഥലത്തും വരുന്ന രീതിയിൽ കൃത്യമായൊരു സോണേഷൻസ് നമുക്ക് എന്ത് പറ്റും ഈ റോക്കി ഷോറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ അവിടുത്തെ ഓർഗാനിസത്തിൻ്റെ അഡാപ്റ്റേഷൻസിനെ പറ്റിയാണ് നോക്കുന്നത്. എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഈ പറയുന്ന റോക്കി ഷോറിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഇൻഡർട്രൈൽ എക്സ്ട്രീംസിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മേജറായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് എയറോട്ട് എക്സ്പോസർ ആവുന്ന സമയത്ത് ഹീറ്റിംഗ് ഉണ്ടാവാൻ, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാനും അതുപോലെ വാട്ടർ ലോസ് ഉണ്ടാവാനും ഡെസിക്കേറ്റിംഗ് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതിനെ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മേജറായിട്ട് ഇവരെന്താണ് മേജറായിട്ട് ഇവാപറേഷൻ വഴിയാണ് ഇത് പോകുന്നത്. സോ ഈ ക്രാക്സിലോ അല്ലെങ്കിൽ ക്രെവിസസിലോ ആയിട്ട് കയറിയിരിക്കുക എന്നുള്ളതാണ് ഒരു വിധപ്പെട്ട ഓർഗാനിസംസ് എല്ലാം ചെയ്യുന്നത്. മൊബൈലായിട്ടുള്ള ഓർഗാനിസത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സീവീഡ്സിലോ ക്രാക്സിലോ കയറിയിരിക്കുന്നത്. സെസലായിട്ടുള്ള ഓർഗാനിസത്തിന് ചെയ്യാൻ പറ്റിയ എന്താണ്, അവർ മേജറായിട്ടും ഇതേപോലെയുള്ള മൈക്രോ ഹാബിറ്റാറ്റ്സിലായിരിക്കും അവർ ഗ്രോ ചെയ്യുന്നത്. ഈ ക്രെവിസസിലോ ഈ സീവീഡ്സിൻ്റെ കീഴിലോ ഒക്കെ ആയിരിക്കും അവർ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ഈ പറയുന്ന പെട്ടെന്നുള്ള ഈ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ ഇത് അവരുടെ ബോഡിയിൽ അടിക്കാതിരിക്കാൻ, അതായത് ഈ ഗ്രോയിങ് സ്റ്റേജ് തൊട്ട് തന്നെ അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഓവർ എയറോട്ട് ഡയറക്റ്റ് എക്സ്പോഷർ ഉണ്ടാവാത്ത ഏരിയയിലായിരിക്കും. എയറോട്ട് എന്തായാലും എക്സ്പോഷർ ഉണ്ടാവും, ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവാത്ത ഏരിയയിലായിരിക്കും. സോ അതുപോലെ സീവീഡ്സിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ക്രെവിസസിലോ ഒക്കെ ആയിരിക്കും. ദെൻ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർ വളരെ ഡെൻസ് പോപ്പുലേഷനായിട്ട് ഒരുപാട് അഗ്രിഗേറ്റ് ചെയ്ത് വളരും. അപ്പോൾ അഗ്രിഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവരുടെ ഇടയിൽ തന്നെയുള്ള സ്പേസിൽ വാട്ടർ സ്റ്റോറേജ് ചെയ്യുകയും ആ മോയ്സ്ചർ ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് മാറുകയും ചെയ്യും. ദെൻ സീവീഡ്സിൻ്റെ കേസിൽ ഇതെല്ലാം ലിവിങ് ഓർഗാനിസംസ് ആനിമൽസിൻ്റെ കേസിലാണ്. ഈ പ്ലാന്റ്സ് സീവീഡ്സിൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരോട് ചെയ്യുന്ന ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവർ ലോറ്റേഡ് സമയത്ത് എന്ത് പറ്റും, പെട്ടെന്ന് വാട്ടർ ലോസ് ആയി ഡ്രൈ ആയി മിറ്റിലായി ഉണങ്ങിയാണെങ്കിലിരിക്കും. അതിനുശേഷം എന്തുകൊണ്ട് പെട്ടെന്ന് ഹൈറ്റേഡ് വരുന്ന സമയത്ത് ഇവർ അത് വെള്ളം പെട്ടെന്ന് റീഅബ്സോർബ് ചെയ്ത് ഇവരുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് പോവുകയും ചെയ്യും, ഫംഗ്ഷനിൽ ആക്റ്റീവ് ആവുകയും ചെയ്യും. സോ ഇതൊക്കെയാണ് ഇവരുടെ മേജറായിട്ടുള്ള അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്, അതായത് വാട്ടർ ലോസിനെ അല്ലെങ്കിൽ ഓവർ ഹീറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയും. ദെൻ ഇവരുടെ വാട്ടർ ലോസ് മറ്റ് ഓർഗാനിസത്തിൽ നമുക്ക് പറയാം ഒരുപ്പെട്ട എല്ലാ ഇൻഡസ്ട്രിയൽ സോണിൽ പോയി കഴിഞ്ഞാൽ ഓർഗാനിസംസ് നോക്കി കഴിഞ്ഞാലും ഇവരെല്ലാം ഷെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും, അല്ലെങ്കിൽ ബർണക്കിൾസ്, മസിൽസ്, സ്നെയിൽസ് ഇവയെല്ലാം. ഇവർ ഈ ഷെല്ലിനകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ നിന്നാണ് കുറച്ച് ഷെല്ലിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടെ ഉള്ളതിനെ കൊണ്ട് ഇവരുടെ മോയ്സ്ചർ പെട്ടെന്ന് നഷ്ടമാകത്തില്ല. ഷെല്ലിന് പുറം ഉണങ്ങി കഴിഞ്ഞാലും ഷെല്ലിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതിനെ കൊണ്ട് ഇവർ സർവൈവ് ചെയ്യും. കാരണം ഇവരുടെ ലിവിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷെല്ലിനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ല് ഹീറ്റ് ആവുന്നതനുസരിച്ച് എന്ത് പറ്റും, ഇവാപറേഷൻ ഒരു പരിധി വരെ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടാൻ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർക്കൊരു ചെറിയ മൊബിലിറ്റി ഒക്കെ ഉള്ള ഓർഗാനിസമാണ്. സ്നെയിൽസ് ഒക്കെ മൊബിലിറ്റി ഉള്ള ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്രെവിസസിലൊക്കെ പോയിരിക്കും. പക്ഷേ മസിൽസ് ഒക്കെ ഒരുപാട് ഡെൻസ് ആയിട്ട് വളർന്നിട്ട് അങ്ങനെയാണ് മേജറായിട്ട് അവർ ഇതിൻ്റെ ഇടയിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് ഈ വാട്ടർ ലോസ് അത് കൺട്രോൾ ചെയ്തത്. ഇതിന് അടുത്ത വഴി എന്ന് പറയുന്നത് അനിമൽസ് ഒക്കെ ഹൈഡ്രോട്സ് ഒക്കെ ചെയ്യുന്നതാണ്. സീവീഡ്സിനൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഒരു മ്യൂക്കസ് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. മ്യൂക്കസ് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ മ്യൂക്കസ് പുറത്തുകൂടെ നിൽക്കുന്നതിനാൽ അവരുടെ ബോഡിയിൽ എന്താണ് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ലോസ് ഉണ്ടാകത്തില്ല. ദെൻ അടുത്ത അവരുടെ മറ്റൊരു അഡാപ്റ്റേഷൻസ് പറയുന്നത് ഈ ഹീറ്റ് ഗെയിൻ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഹീറ്റ് ലോസ് എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. കാരണം ഹീറ്റ് കൂടുന്നത് ആണല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ അവരുടെ ഹീറ്റ് ഗെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ബോഡി സൈസ് വളരെ വലുതായിരിക്കും. എന്നാൽ ബോഡി ഏതെങ്കിലും സബ്സ്ട്രേറ്റുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗം വളരെ ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും ചെയ്യും. അപ്പോൾ ബോഡി സൈസ് വളരെ വലുതായതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ നിന്നുള്ള ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. പക്ഷേ ബോഡി ഏതെങ്കിലും സബ്സ്ട്രേറ്റുമായിട്ട് ടച്ച് ചെയ്യുന്ന ഏരിയ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ നിന്ന് ബോഡിയിലേക്ക് ഹീറ്റ് അബ്സോർവ് ചെയ്യുക എന്നുള്ളത് വളരെ ചെറിയ എമൗണ്ടിന് മാത്രമേ പോകത്തുള്ളൂ. അതോടൊപ്പം ഇവർ വളരെ ലൈറ്റ് കളേഴ്സ് ആയിരിക്കും എന്തുകൊണ്ട് ലൈറ്റ് ഒരിക്കലും റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ, അബ്സോർവ് ചെയ്യത്തില്ല. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇവരുടെ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ വളരെ കൂടും. സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, നമ്മുടെ സ്നെയിൽസിൻ്റെ മസിൽസിൻ്റെയൊക്കെ ഷെല്ലെടുത്ത് നോക്കി അറിയാം ഒരുപാട് റിഡ്ജസ് ആണ്. അതിനനുസരിച്ച് സർഫസ് ഏരിയ കൂടി ഒരുപാട് ഹീറ്റ് എന്നുണ്ട്, അതിനനുസരിച്ച് ഇവാപറേഷൻ കൂടി അതിനനുസരിച്ച് എന്ത് പറ്റും ഹീറ്റ് ഒരുപാട് ലോസ് ആവുകയും ബോഡി ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. സോ
ചില ഓർഗാനിസംസ് ബോഡിയിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം, ഈ പറയുന്ന എവാപ്പറേഷൻ നടന്ന് ഇൻക്രീസ് ഹീറ്റ് ലോസ് നടക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്താണ് ബോഡിയിൽ എക്സ്ട്രാ വാട്ടർ സ്റ്റോർ ചെയ്യുക പോലും ചെയ്യാറുണ്ട്. സോ ഇതാണ് ഈ നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനുള്ള ഓർഗാനിസംസിന് പ്രശ്നമെങ്കിൽ ടെമ്പറേച്ചർ റീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ എന്താണ്, അവിടെ ഒരിക്കലും ഹീറ്റ് അല്ല ഉണ്ടാകുന്നത്, അവിടെ ഹീറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നത്, ഫ്രീസിങ് ആണ് ഉണ്ടാകുന്നത്. സോ അവിടെ ഈ ഇന്റർട്രേഡ് സോണിലുള്ള ഓർഗാനിസംസ് ഫ്രീസിങ് ആണ് മേജറായിട്ട് അവരുടെ പ്രശ്നം. അപ്പോൾ ഈ ഫ്രീസിങ്ങിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തായിരിക്കും, അവർ ഡാർക്കർ കളറിലായിരിക്കും, കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഷെല്ലായിരിക്കും, അവർ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അവർ കുറച്ച് വാമായിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്. സോ ചില ഓർഗാനിസംസ് എന്താണ് ഈ ഫ്രീസിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി ഫ്രീസിങ് കോമ്പൗണ്ട്സ് പോലും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അവരുടെ ബോഡിയിൽ തന്നെ ആന്റി ഫ്രീസിങ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ആ കോമ്പൗണ്ട്സ് മൂലം എന്താണ് ഇവർക്ക് ഈ പറയുന്ന ഫ്രീസിങ് ഉണ്ടാവാതെ ബോഡി ഫ്രീസ് ആവാതിരിക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷൻസ് ആണ്. ദെൻ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഹീറ്റ് ഷോക്കാണ്, വേവ് ഷോക്കാണ്. വേവ് ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ തിരമാലകൾ വേവ്സ് വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഇതിനെയാണ് നമ്മൾ പറയുന്നത്. സോ ഇതിനെല്ലാം ഇന്റർട്രേഡ് സോണിൽ വേവ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ വേവ് ആക്ഷൻ എന്ന് പറയുന്നതിനെ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ബോഡി സൈസ് വളരെ ചെറുതായിരിക്കും, ചിലപ്പോൾ വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഡ്രാഗ് ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇവർക്ക് ബറോസിനകത്തൊക്കെ വളരെ പെട്ടെന്ന് കയറിയിരിക്കാനും പറ്റും. സോ അതുപോലെ സീവീഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളും ബെൻഡ് ആവുന്നതായിട്ടുള്ള ലീഫി സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ പെട്ടെന്ന് ഏത് സൈഡിലേക്ക് വേവ് അടിച്ചാലും വേവിന്റെ അനുസരിച്ച് ഇത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും എന്താണ് ഇത് അവിടെ നിന്ന് ഒരിക്കലും ഡിറ്റാച്ച് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. വേവിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് അത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. വേവിന്റെ ആക്ഷന് ഡയറക്റ്റ് ഒരു ത്രെട്ട് ഉണ്ടാക്കത്തില്ല. സോ അതുപോലെ നമ്മുടെ ബർണക്കിൾസ് പോലുള്ള ബൈവാൽസ് പോലുള്ള സംഭവം സ്ട്രോങ്ലി ആയിരിക്കുന്ന സബ്സ്ട്രേറ്റിൽ അറ്റാച്ച്ഡ് ആയിരിക്കും, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് ആയിരിക്കും ബേസൽ ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വേവ് ആക്ഷൻ കൊണ്ടൊന്നും ഒരിക്കലും അവരെന്താണ് ആ മെറ്റീരിയലിൽ ആ സബ്സ്ട്രേറ്റിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകത്തില്ല. സോ ചില നോൺ പെർമനന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതായത് എന്താണ് ഇന്റർട്രേഡ് മോളസ്കിനൊക്കെ എന്താണ് ഫൂട്ട് വളരെ വലുതായിരിക്കും, അതുപോലെ ക്ലിങ് ചെയ്യാനുള്ള സ്പെഷ്യൽ എന്താണ് ഓർഗൻസ് വേണം. ഇതൊക്കെ വെച്ച് അവരെന്ത് പറ്റും നോൺ പെർമനന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ ഉണ്ടായിരിക്കും. ഒരു പെട്ടെന്ന് ഈ വേവാക്ഷൻ വരുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നോൺ പെർമനന്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാനും വേവാക്ഷൻ കുറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മൊബൈലായിട്ട് പോകാൻ പറ്റുന്ന അഡാപ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. മൊബൈൽ ഓർഗാനിസംസ് മേജറായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രൈസിസിനകത്തോ അല്ലെങ്കിൽ കേവ്സിനകത്തോ ഒക്കെ കയറി ഷെൽട്ടർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഡയറക്റ്റ് വേവ് ആക്ഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു പിക്ചർ നോക്കാം. അപ്പോൾ അത് നോക്കി കണ്ടറിയാം. ഈ കൈറ്റിംസിന്റെ ബോഡി ഉണ്ടാവും, അത് വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ബോഡിയാണ്. അതുകൊണ്ട് എന്താണ് ഇതിന് ഡ്രാഗിങ് ഫോഴ്സ് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നൊരു സംഭവം ഉണ്ടാകത്തില്ല, വെള്ളത്തിന്റെ പുറത്തോട്ട് ഒഴുകി പോകത്തുള്ളൂ. അതുപോലെ സിയർജിൻ മേജറായിട്ട് ഒന്ന് പറ്റും റൈറ്റ് സൈഡിൽ ഈ കാണുന്നത് ഒരു ബറോസ് ഉണ്ടാക്കിയിട്ട് ആ ബറോസിനകത്തേക്ക് കയറിയിരിക്കും. ബറോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കേവ്സോ ക്രൈസോ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറിയിരിക്കുക ചെയ്യും. വേവ്സ് ആക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് മുകളിലൂടെ അല്ലേ പോകത്തുള്ളൂ. ഒരിക്കലും വേവ് ആക്ഷൻ കാരണം ഇതിനകത്തിരിക്കുന്ന ഇതിനെ ഡ്രാഗ് ചെയ്ത് തിരിച്ചുകൊണ്ട് പോകത്തില്ല. സീവേഡ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞു വേവിന്റെ ഹൈ ഫ്ലോ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, ലോ ഫ്ലോ എന്ന സമയത്ത് അത് സ്ട്രൈറ്റ് ആയിട്ടേക്ക്, ഹൈ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഇത് എങ്ങോട്ടൊക്കെയാണോ ഫ്ലോ ആ ഫ്ലോയുടെ സ്ഥലത്തേക്ക് അതിനകത്ത് തന്നെ ബെൻഡ് ചെയ്യും വാട്ടർ മൂവ്മെന്റ് അനുസരിച്ച് ബെൻഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും അതിന്റെ ഹോൾഡ് ഫാസ്റ്റും റൂട്ടും അവിടെ ഉറച്ചു നിൽക്കുകയും ഈ ടോപ്പ് പോർഷൻ മാത്രം ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് വേവ് ആക്ഷനിൽ ത്രെട്ടായിട്ട് മാറാതിരിക്കുകയും ചെയ്യും. സോ അടുത്തത് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഓർഗാനിസംസ് എന്ന് പറയാൻ ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മേജറായിട്ട് ഇവരുടെ റെസ്പിറേഷൻ ഓർഗൻ എന്ന് പറയുന്നത് റെസ്പിറേഷൻ നടക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആയിരിക്കും. സോ ഇത് ഒരു ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും വെച്ചായിരിക്കും. സോ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഈ ബോഡി ക്യാവിറ്റിക്കകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഡെസിക്കേഷൻ ഉണ്ടാവുക, ലോറ്റഡ് സമയത്ത് ഡെസിക്കേഷൻ റെഡ്യൂസ് ചെയ്യാനും ഈ ബോഡിക്കുള്ളിലായതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ലോറ്റഡ് സമയത്ത് എന്താണ് ഇവരുടെ ഗ്യാസ് എക്സ്ചേഞ്ച് ഇവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഈ ഗില്ല് ഉപയോഗിച്ചുകൊണ്ട്. ഗില്ലുകൾ എന്താണ് വാട്ടർ റെസ്പിറേഷന് വേണ്ടി വാട്ടറിലുള്ള കണ്ടീഷനിൽ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ചില എന്താണ് ഓർഗാനിസംസ് പെരിമിക്കിൾസ് പോലുള്ള ചില ഇന്റർട്രേഡ് ഓർഗാനിസംസ് മേജറായിട്ട് ചെയ്യുന്നതിനാണ് അവരുടെ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് അവരുടെ എൻലാർജ്ഡ്, അതായത് മാൻഡിൽ കാവിറ്റി എൻലാർജ്ഡ് ആയിട്ട് അത് വാസ്കുലറൈസ് ചെയ്ത് അതുവഴി അവർ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തും. അപ്പോൾ അവർക്ക് എന്ത് പറ്റും, അവർക്ക് ലോറ്റഡ് സമയത്തിൽ എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ തന്നെ അവർക്ക് എന്താണ് ഈ ക്യാവിറ്റിയിലേക്ക് അറ്റ്മോസ്ഫിയർ എയർ വരികയും അത് ഈ എന്താണ് വാസ്കുലറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് ഇത് അബ്സോർബ് ചെയ്ത് വാട്ടർ എക്സ്ചേഞ്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റുകയും ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഓക്സിജൻ അകത്തേക്ക് എടുക്കാൻ പറ്റും. സോ അവർ എയർ ബ്രീത്തേഴ്സ് ആണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്
ഇവർക്ക് ഈ ഫ്രജൈൽ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ഈ എന്താണ് ലോ ടൈഡ് സമയത്ത് ഫ്രജൈലായി പോകുന്ന ഗില്ല് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവർക്കില്ല. അവർക്ക് എന്താണ് ലോ ടൈഡ് സമയത്ത് നല്ല രീതിയിൽ സർവ് ചെയ്യാൻ പറ്റും, കാരണം എയർ തന്നെ അവർക്ക് ഡയറക്റ്റ് ബ്രീത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഒരുപാട് സമയം സബ്മർജ് സ്റ്റേജിലേക്ക് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും എന്താണ് ഈ പറയുന്ന ചേമ്പറിനകത്ത് വെള്ളം കയറിയിട്ട് ഇവർക്ക് അതിൽ നിന്നും വെള്ളത്തിലൊന്നും ഒരിക്കലും ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഈ ഓർഗാനിസംസ് മുങ്ങി മരിക്കും, ഡെഡായി പോകും. അപ്പോൾ അവരെ അഡാപ്റ്റേഷൻ ഒരു കണക്കിന് ഇവർക്ക് എന്താണ് ലോ ടൈഡ് സമയത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അഡാപ്റ്റേഷൻസ് നല്ലതാണ്. പക്ഷേ ഹൈ ടൈഡ് സമയത്ത് എന്താണ് അവർക്ക് ഒരുപാട് സമയത്ത് ഈ ഇതുള്ളതുകൊണ്ട്, ഈ ഗിൽഡ് റെസ്പിറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദെൻ ഈ റോക്കി ഷോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് സൊണേഷൻ ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് സൊണേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ സൊണേഷൻസ് നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സും അതോടൊപ്പം ബയോളജിക്കൽ ഫീച്ചേഴ്സും ഇതിന് കാരണമാകുന്നത്. സോ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മേജറായിട്ടും ഡെസിക്കേഷൻ, ടെമ്പറേച്ചർ കൂടുക, അതനുസരിച്ച് ഇത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുക അല്ലെങ്കിൽ ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുക എന്നുള്ളതാണ്. ദെൻ ഇത് ആണ് എന്താണ് അപ്പർ ലിമിറ്റിനെ ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ഓർഗാനിസത്തിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ അപ്പർ ലിമിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓവറായിട്ട് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് എന്താണ് അത്ര വിസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രമേ ജീവിക്കാൻ പറ്റൂ. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മേജറായിട്ടും ലോവർ ലിമിറ്റിലുള്ള ഡിസ്ട്രിബ്യൂഷൻസിനായിട്ട് ഡിസ്ട്രിബ്യൂഷൻസിനെ ലിമിറ്റിംഗ് ചെയ്യുന്ന ഫാക്ടറാണ്. ഹയർ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റിൽ എന്തായിരിക്കും മേജറായിട്ടും ഈ പറയുന്ന ഡെസിക്കേഷനും ടെമ്പറേച്ചറും ആയിരിക്കും. കാരണം ടെമ്പറേച്ചർ കൂടുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കും. ലോവർ ലിമിറ്റിൽ വരുമ്പോഴത്തേക്ക് അത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ഇത് ഫിസിക്കൽ ഫാക്ടേഴ്സിന്റെയും ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇത് രണ്ടും ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മേജറായിട്ടുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ഫോർ സ്പേസ്. അപ്പോൾ ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ് വളരെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ഏരിയ, കാരണം രണ്ട് ടൈഡൽ മാർജിനും ലോ ടൈഡിനും ഹൈ ടൈഡിനും ഇടയിലുള്ള ഏരിയ മാത്രമാണ്. സോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. സോ അവിടെ എന്താണ് ലൈറ്റ്, ഇപ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കാം, അല്ലെങ്കിൽ സ്പേസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കാം. അപ്പോൾ ഈ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ മേജറായിട്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത് സീവീഡ്സ് ആണ്. അപ്പോൾ സീവീഡ്സ് അവിടെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷന് കാരണമാണ്. അപ്പം അവിടെ കോമ്പറ്റീഷന് വിന്നാവുന്ന ഏത് സീവീഡ് സ്പീഷീസ് ആണോ അത് അവിടെ ഓവറായിട്ട് ഗ്രോ ചെയ്യും. Grazing by gastropods, crustaceans, archings and fishes can limit vertical distribution, affect species diversity and increase patchiness. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്യാസ്ട്രോപോഡ്സ്, ക്രസ്റ്റേഷ്യൻസ്, ആർച്ചിക്സ്, ഫിഷസ് തുടങ്ങിയ ഒരുപാട് ഓർഗാനിസത്തിന്റെ ഗ്രേസിംഗ് ഉണ്ടാവും. ഗ്രേസിംഗ് എന്ന് പറയുന്ന ആൽഗി ഗ്രോത്തിനെയും അതുപോലെ സീവീഡ്സിന്റെ ഗ്രോത്തിനെയും എല്ലാം കൺട്രോൾ ചെയ്യും. അതോടൊപ്പം ഇതിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതുപോലെ പാച്ചസ്, ഇടയ്ക്കിടയ്ക്ക് പാച്ചസ് ആവാനുള്ള റീസൺ ആയിട്ടും ഇതെല്ലാം എന്താണ് സൊണേഷന് കൃത്യമായിട്ട് നമ്മൾ സൊണേഷൻ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ പാച്ചസ് ഉണ്ടാകാനും അത് കളർ ഞാൻ പറയുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിൽ പോലും കൃത്യമായി ഈ ബാൻഡിങ് പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഇതിൻ്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ സൊണേഷനെ ബാധിക്കുന്നത്. സോ അതുപോലെ എന്താണ് പ്രിഡേഷൻ, ഇൻഫീരിയർ സ്പീഷീസ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ ഈ പ്രിഫറൻഷ്യൽ പ്രിഡേഷൻ എന്താണ് കൂടുതലായിട്ട് അലോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഹയർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഈ പ്രിഡേറ്റേഴ്സ് പിടിക്കുന്നതനുസരിച്ച് കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള സ്പീഷീസിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. സൊണേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സോണിലുള്ളത് മേജറായിട്ടും പർട്ടിക്കുലറായിട്ടും നമ്മൾ സ്റ്റീഫൻസൺ സൊണേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻഡസ്ട്രിയൽ സോൺസ് ഓഫ് റോക്ക് ഷോർ ഇസ് ബേസ്ഡ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് ഓഫ് സർട്ടൻ കോമൺ ഓർഗാനിസംസ് റാദർ ദാൻ ദി ടൈഡൽ ഹൈറ്റ്. അപ്പോൾ ഈ ടൈഡൽ ഹൈറ്റ് എന്നതിനേക്കാൾ ഇവിടെ എന്താണ് ചില ഓർഗാനിസത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിന് വെച്ചാണ് നമ്മൾ ഈ സ്റ്റെഫേഴ്സൺ സൊണേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൊണേഷൻ പാറ്റേൺസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള സൊണേഷൻ പാറ്റേൺസിന് മേജറായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് സ്റ്റെഫൻസൺ സൊണേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് വെച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചേക്കണം ഈ സ്റ്റെഫൻസൺ സൊണേഷൻ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും അത് എന്തൊക്കെയാണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിനെ എന്തുകൊണ്ടാണ് ആ ക്ലാസിഫിക്കേഷൻ ഇൻഡസ്ട്രിയൽ സോൺസിനെ ബേസ് ചെയ്തേക്കുന്നത്. മേജറായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ചില കോമൺ ഓർഗാനിസത്തിനെ വെച്ചാണ്, ടൈഡൽ ഹൈറ്റ് വെച്ചല്ല. ഇത്ര ഒരു ഹൈറ്റിന് ഇന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്ര ഒരു ഹൈറ്റിന് ഇന്ന ക്ലാസിഫിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ല അപ്പർ ലിമിറ്റ്, മിഡിൽ ടൈഡൽ ലിമിറ്റ്, ലോ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ കാണിച്ച പിക്ചർ പോലെ അല്ല ഈ സ്റ്റെഫേഴ്സൺ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് സബ് ലിറ്റോറൽ സോൺ അല്ലെങ്കിൽ ഇതിൽ ക്ലാസിഫിക്കേഷൻ സൂപ്രാ ലിറ്റോറൽ സോൺ, അതായത് ഹൈറ്റൈഡിന് എബോ ഉള്ള ഏരിയ ആണ്. എബോ ഹൈറ്റൈഡിന് ഉള്ള ഏരിയയിലാണ് നമ്മൾ സൂപ്രാ ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. ഇവിടെ മേജറായിട്ട് എന്ന് പറയുന്നത് എന്താണ് ഓഷൻ ഓൺലി ബൈ സാൾട്ട് സ്പ്രേ. അപ്പോൾ ഹൈറ്റൈഡിൽ എന്താണ് ഹൈറ്റൈഡ് ടൈമിൽ സ്പ്രേ ചെയ്യുന്ന വാട്ടർ വേവ് ആക്ഷൻ മൂലം വേവ് നടിക്കുമ്പോൾ എന്ത് പറ്റും സ്പ്ലാഷസ് ഉണ്ടായിട്ട് ആ സ്പ്ലാഷ് വഴിയുള്ള സാൾട്ട് സ്പ്രേ, അതായത് സാൾട്ട് വാട്ടറിന്റെ സ്പ്രേ മാത്രമായിരിക്കും ഈ പറയുന്ന സൂപ്രാ ലിറ്റോറൽ സോൺ എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടാവുക. അതുപോലെ
കൺവേഴ്സ്ലി ദ ഇൻഫ്രാലിറ്റോറൽ സോൺ അല്ലെങ്കിൽ സബ്ടൈൽ സോൺ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, കവേർഡ് ബൈ വാട്ടർ ഈവൻ ലോറ്റൈഡ് പോലും വെള്ളമുള്ള ഏരിയ ആയിരിക്കും നമ്മൾ എന്താണ് ഇൻഫ്രാലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. ലോസ്റ്റ് ലോറ്റൈഡ് വരുന്ന സമയത്ത് പോലും എന്താണ് അവിടെ എപ്പോഴും വെള്ളം കാണും. ദ ട്രൂ ഇന്റർടൈഡൽ സോൺ ഈസ് സെപ്പറേറ്റഡ് ഇൻടു സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് ആൻഡ് മിഡ് ലിറ്റോറൽ ഫ്രിഞ്ച് ആൻഡ് ദ ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർടൈഡൽ സോൺ എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റൈഡിനും ലോറ്റൈഡിനും ഇടയിലുള്ളതാണ്. അതിന് നമ്മൾ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ മിഡ് ലിറ്റോറൽ ഫ്രിഞ്ച് സോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയും. ഈ 3 ഏരിയയാണ്. അതായത് സുപ്രാലിറ്റോറൽ സോണിന് തൊട്ട് താഴെ വരുന്ന ഏരിയ അത് ആ ബൗണ്ടറിയാണ് നമ്മൾ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം മിഡ് ലിറ്റോറൽ സോൺ ഉണ്ട്. അതിനുശേഷം ഈ ഇൻഫ്രാലിറ്റോറൽ സോണിന്റെ ഫ്രിഞ്ച് ടോപ്പ് പോർഷൻ, അതിനെയാണ് നമ്മൾ ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത്. ഈ 3 ഏരിയയും കൂടെ ചേർന്നാണ് നമ്മൾ മേജറായിട്ടും ഇന്റർടൈഡൽ സോൺ എന്ന് പറയുന്നത്. സോ ഇതിൽ ആദ്യം നമ്മൾ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് നോക്കാം, അല്ലെങ്കിൽ ഇതിന് സ്പ്ലാഷ് സോൺ എന്ന് പറയാം. ഇത് ഹയസ്റ്റ് സ്പ്രിംഗ് ടൈഡ് വരുന്ന സമയത്ത് മാത്രം ആൻഡ് ഇസ് ഡാംഡ് ബൈ സ്പ്ലാഷ്. ഹയസ്റ്റ് ഹൈ ടൈഡ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്ന ഏരിയയിൽ ഫുള്ളായിട്ടും വാട്ടർ കവർ ആവുന്നത്. ഇത് മേജറായിട്ടും സ്പ്ലാഷ് സോൺ ആണ്. അതായത് വേവാക്ഷം മൂലമായിരിക്കും ഇവിടെ കൂടുതലും വെള്ളം എന്താണ് സാൾട്ട് വാട്ടർ സ്പ്രേ ഉണ്ടാകുന്നത്. മേജറായിട്ട് ഈ ഏരിയ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന പെരിവിങ്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിറ്റോർണ സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ ഈ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നതാണ് സ്പ്ലാഷ് സോൺ എന്ന് അറിയപ്പെടുന്നത്. സോ ഇവിടുത്തെ മേജറായിട്ടുള്ള ഓർഗാൻസ് എന്ന് പറയുന്നത് പെരിവിങ്കിൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ മിഡ് ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള സോണാണ്. ഇപ്പോൾ റെഗുലർലി എക്സ്പോസ്ഡ് ഡ്യൂറിംഗ് ലോ ടൈഡ് ആൻഡ് കവേർഡ് ഡ്യൂറിംഗ് ഹൈ ടൈഡ്. ഇതാണ് മിഡ് ലിറ്റോറൽ സോൺ എന്ന് പറയുന്നതാണ് എപ്പോഴും എന്താണ് ടൈഡൽ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് സബ്മേഴ്സ്ഡ് ആവുകയും എയറിന് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള ടൈഡൽ സോൺ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ മേജറായിട്ടും ബർണക്കിൾസ് ആയിരിക്കും, അതുപോലെ ഇപ്പോൾ മസിൽസ്, റോക്ക്വീഡ്സ് ഒക്കെയാണ്. ഇവർക്ക് എന്താണ് ഈ പറയുന്ന എക്സ്പോഷർ കണ്ടീഷൻ ഒരു പർട്ടിക്കുലർ ടൈം വരെ എന്താണ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കും, ഓർഗാനിസംസ് ആയിരിക്കും. ഈ പെരിവിങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ് സ്പ്ലാഷ് സോൺസ് ആയിരിക്കും. അവർക്ക് മോയ്സ്ചർ മാത്രമേ കിട്ടത്തുള്ളൂ. അവരൊരിക്കലും ഒരു സബ്മർജ് സ്റ്റേജിലേക്ക് പോകുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. പക്ഷേ ഈ മിഡ് ലിറ്റോറൽ സോണിൽ എന്താണ് അവർ സബ്മർജിലാവുകയും അല്ലാതെ എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. അവിടെ മേജറായിട്ട് ബർണക്കിൾസ് അല്ലെങ്കിൽ മസിൽസ്, റോക്ക്വീഡ്സ് ഒക്കെയാണ് മേജറായിട്ട് കാണപ്പെടുന്നത്. ദെൻ അതിനുശേഷം വരുന്ന സോണിനെയാണ് നമ്മൾ ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച് സോൺ എന്ന് പറയുന്നത്. അത് എന്താണ് ലോസ്റ്റ് ലോറ്റൈഡിന്റെ അപ്പർ ലിമിറ്റാണ്. ഇവിടെ മേജറായിട്ട് നമ്മൾ കെൽപ്പ് പോലുള്ള എന്താണ് മറൈൻ സീവീഡ്സ് അല്ലെങ്കിൽ മറൈൻ ആൽഗെ സ്പീഷീസിന്റെ ഒരു ഏരിയ ആയിരിക്കും ഈ പറയുന്ന ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ പടം നോക്കി അറിയാം, കമ്മ്യൂണിറ്റി പാറ്റേൺ സോണേഷൻ എന്ന് പറയുന്നത് ടൈഡ് സോൺസ്. സുപ്രാലിറ്റോറൽ സോൺ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഏരിയ. ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്ന ഏരിയ, ഇത്ര ഏരിയ. ഇവിടെ ഹയസ്റ്റ് ഹൈറ്റഡ് ഏരിയയിൽ എന്ത് പറയും, ഇവിടെ കറക്റ്റായിട്ട് സീ വാട്ടർ ഒന്നായിരിക്കും. ഇതിന് മണ്ടയിൽ എന്താണ് സുപ്രാലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഒരിക്കലും വാട്ടർ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് എന്താണ് സബ്മർജ്ഡ് ആവത്തില്ല. ഇവിടെ സ്പ്ലാഷ് മാത്രം അടിച്ച് മാത്രമേ ഹയസ്റ്റ് ഹൈറ്റഡ് വരുന്ന സമയത്ത് സ്പ്ലാഷസ് മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഈ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന സുപ്രാലിറ്റോറൽ സോണിൽ വരുന്നതിന് മുകളിൽ നിൽക്കുന്ന ഏരിയയാണ്. ഈ ഏരിയ എന്താണ് സബ്മർജ്ഡ് ആവുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. ഇവിടെ പക്ഷേ എപ്പോഴും എന്താണ് വാട്ടറിന്റെ സ്പ്ലാഷസ് ഉണ്ടാവും. ദെൻ മിഡ് ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മളിവിടെ പെരിവിങ്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ദെൻ രണ്ടാമത്തെ സോൺ ബർണക്കിൾസ്, റോക്ക്വീഡ്സ്, മസിൽസ് ഒക്കെ കാണുന്ന ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ആൾട്ടർനേറ്റീവ് ആയിട്ട് ടൈഡൽ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് എക്സ്പോസ്ഡ് ആവുകയും അതുപോലെ സബ്മർജ്ഡ് ആവുകയും ചെയ്യുന്ന ഏരിയ. അതിനുശേഷം വരുന്ന ഏരിയ ആണ് ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ലോസ്റ്റ് ലോ ടൈഡിൽ മാത്രമാണ് ഇവിടെ എന്താണ് നോർമലായിട്ടും ഈ ഏരിയ സബ്മർജ്ഡ് അല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതിനുശേഷം വരുന്നതാണ് ഇൻഫ്രാലിറ്റോറൽ സബ്ടൈൽ സോൺ എന്ന് പറയുന്നത്. ഇതെപ്പോഴും എന്താണ് ടൈഡ് സോണിന് താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും എന്തായിരിക്കും ഇൻഫ്രാലിറ്റോറൽ സോൺ ഇവിടെ എപ്പോഴും എന്തായിരിക്കും സബ്മർജ്ഡ് സ്റ്റേജിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഈ പിക്ചർ സ്റ്റീഫൻസൺ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനുള്ള ഇന്റർടൈഡൽ ഏരിയയുടെ കൃത്യമായ ഒരു മാപ്പിങ്ങിന്റെ ഒരു പിക്ചർ റിപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. സോ ഇനി അടുത്ത ടെമ്പറേറ്റ് ഏരിയയിലുള്ള ഇതിപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഏരിയ, അതായത് ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഒരു റോക്കി ഷോറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഈ ടെമ്പറേച്ചർ റീജിയനിലുള്ള റോക്കി ഷോർ എന്ന് പറയുന്നത് എന്താണ് അവിടെ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു സോണേഷൻ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോണേഷൻ നമ്മൾ കാണുന്നുണ്ട് ത്രൂ ഔട്ട് ദ വേൾഡ്. സോ ടിപ്പിക്കൽ ടെമ്പറേച്ചർ റോക്കി ഷോർ ഇറ്റ്സ് എ ടൈപ്പ് ദാറ്റ് വുഡ് ബി സീൻ ഇൻ വെസ്റ്റേൺ നോർത്ത് അറ്റ്ലാന്റിക്. അപ്പോൾ വെസ്റ്റേൺ നോർത്ത് അറ്റ്ലാന്റിലേക്കാണ് നമ്മൾ പക്കായിട്ട് നമുക്ക് കറക്റ്റ് ടിപ്പിക്കലായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റോക്കി ഷോറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ എന്താണ് supralittoral fringe is exposed to air for the longest period and it is therefore a very harsh physical environment for the marine species with little moisture. അപ്പോൾ ഇവിടുത്തെ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നതാണ് ലോങ്ങസ്റ്റ് ടൈം പീരീഡിൽ എന്തായിരിക്കും എക്സ്പോസ്ഡ് ആയിരിക്കും, ഒരുപാട് സമയത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ ഹാർഷ് ആയിരിക്കും. ഇപ്പോൾ ഈ ഹാർഷ് ക്ലൈമറ്റിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പോൾ മറൈൻ സ്പീഷീസിന് അതെന്താണ് വളരെ ഹാർഷ് ആയിട്ടുള്ള
ഒരു ഏരിയ ആയിരിക്കും. കാരണം അവിടെ എന്താണ് വളരെ കുറച്ച് മോയ്സ്ചർ മാത്രമേ കാണത്തുള്ളൂ. ലോങ്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് അനുസരിച്ച് എന്ത് പറ്റും, മോയ്സ്ചറായിട്ട് ഇവാപറേഷൻ പോലും എന്താണ് അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റ് ഫുള്ള് നഷ്ടമാകും. Then consequently few species are evolved the necessary adaptation to survive this habitat. ഈ ഏരിയയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ കുറച്ച് ഓർഗാനിസംസേ ഉള്ളൂ. മേജറായിട്ടും ലിറ്റോർണിയ ഒബ്സ്റ്റുസെറ്റ എന്ന് പറയുന്ന ഒരു പെരിവിങ്കിളാണ്. അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് മാൻഡിൽ ക്യാവിറ്റി വഴി, നമ്മൾ നേരത്തെ പറഞ്ഞു മാൻഡിൽ ക്യാവിറ്റി വലുതായിട്ട് അതുവഴി ഇവർക്ക് എയർ എക്സ്ചേഞ്ച് നടത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു അഡാപ്റ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അഡാപ്റ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലിറ്റോർണിയ ഒബ്സ്റ്റുസെറ്റ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് അവിടെ എന്താണ് ഓവറായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരാണ് മേജറായിട്ട് ഈ ഏരിയയിൽ കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. സോ ഇതിന് നമ്മൾ റഫ് പെരിവിങ്കിൾ എന്ന് പറയും. ഇറ്റ്സ് ആൾസോ ഹൈഡ് ഇൻ ക്രെവിസസ് ആൻഡ് സീൽ ദ ഓപ്പണിംഗ് ഓഫ് ദെയർ ഷെൽ വിത്ത് മ്യൂക്കസ് ടു അവോയ്ഡ് ഡെസിക്കേഷൻ. ഇവർക്ക് എന്താണ് എയർ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറിന് വേണ്ടി ഇവരെന്താണ് ക്രെവിസസിൻ്റെ ഉള്ളിൽ ഹൈഡായിട്ട് ഇരുന്ന് ഗ്രോ ചെയ്യുകയും അതോടൊപ്പം ഇവരുടെ ക്യാവിറ്റി, അതായത് ഇവരുടെ ഷെല്ലിൻ്റെ ക്യാവിറ്റി എന്തിട്ട് സീൽ ചെയ്യും. ഇവർ മ്യൂക്കസ് വെച്ച് നമ്മൾ ഫുള്ളായിട്ട് സീൽ ചെയ്തിട്ട് എന്താണ് ഡെസിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അവരുടെ ബോഡി മെറ്റീരിയലിൽ നിന്നും വാട്ടർ ലോസ് ഉണ്ടാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ ലൈക്കൻസ് ഫോം ബാൻഡ്സ് ഓർ പാച്ചസ് ദാറ്റ് മാർക്ക് ദ അപ്പർ പാർട്ട് ഓഫ് ദ ഇൻഡിറ്റൈൽ സോൺ. സോ ഇവിടെ ലൈക്കൻസിന്റെ ഗ്രോ ഉണ്ടാവും, അവരെന്താണ് പാച്ചസ് അല്ലെങ്കിൽ ബാൻഡ്സ് കൃത്യമായിട്ട് ഇൻഡിറ്റൈൽ സോൺസിൽ ക്രിയേറ്റ് ചെയ്യും. സോ ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ മുമ്പോട്ട് പഠിച്ചിട്ടുള്ള കേസാണ്. ഫംഗസിന്റെയും ആൽഗയുടെയും ഫഞ്ചിയുടെ ആൽഗയുടെ ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഫഞ്ച് റിസീവ്സ് ഫുഡ് ഫ്രം ദ ആൽഗെ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫംഗസിന് അതിൽ നിന്നുള്ള കൃത്യമായി ഫുഡ്സ് കിട്ടും. ആൻഡ് ദ ആൽഗെ ബെനിഫിറ്റ്സ് ബിക്കോസ് ദ ഫഞ്ച് ഈസ് ഏബിൾ ടു ഹോൾഡ് സെവറൽ ടൈംസ് ഇറ്റ്സ് വെയിറ്റ് വിത്ത് ഇൻ ദ വാട്ടർ അറ്റ് ലോ ടൈം. അപ്പോൾ ഫംഗസിന് എന്താണ് അവരുടെ ബോഡിയിൽ അവർക്ക് ആവശ്യമുള്ള സെവറൽ ടൈംസ് ഓഫ് വെയിറ്റിൽ എന്താണ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് എന്താണ് ലോ ടൈഡ് സമയത്തേക്ക് ഈ പറയുന്ന ആൽഗയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫംഗസിന് എന്താണ് വാട്ടർ സ്റ്റോറേജും ആൽഗെ ഫുഡ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് വെച്ച് ഇവർ എന്താണ് സർവൈവ് ചെയ്യും. സോ അടുത്തതെന്ന് പറയുന്നത് സൈനോബാക്ടീരിയ ഫോം എ ടാർ ലൈക്ക് പാച്ചസ് ആൻഡ് പ്രൊഡ്യൂസ് ജെലാറ്റിനസ് കവറിംഗ് ദാറ്റ് ട്രാപ്സ് വാട്ടർ ഹെൽപ്പിംഗ് ടു റെസിസ്റ്റ് ഡെസിക്കേഷൻ. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന സൈനോബാക്ടീരിയയാണ്. ഇവരെന്താണ് ടാർ ലൈക്ക് പാച്ചസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ റോക്കിയുടെ സബ്സ്ട്രേറ്റിൻ്റെ ഒക്കെ മുകളിൽ. എന്നിട്ട് ഈ പാച്ചസിന് മുകളിൽ ഇവരെന്താണ് ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ടാവും, ഒരു മ്യൂക്കസ് ലൈക്സ് ഇതുണ്ടാവും. അപ്പോൾ ഈ ജെലാറ്റിനസ് കവറിൽ വെള്ളം വരുമ്പോൾ എന്ത് പറ്റും, വാട്ടർ ഹൈറ്റഡ് സമയത്ത് എന്ത് പറ്റും, വാട്ടറിനകത്ത് ട്രാപ്ഡ് ആവുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യും. സോ അതുകൊണ്ട് എന്താണ് അവർക്ക് ഒരിക്കലും ഈ ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അത് എന്താ പറയുക മോയ്സ്ചർ ഇവാപറേഷൻ നടന്ന് നഷ്ടപ്പെടാത്തതിനെ കൊണ്ട് അവർക്ക് ഡെസിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ മിഡ് ലിറ്റോറൽ സോൺ മെനി ഓർഗാനിസംസ് ടെമ്പറലി സസ്പെൻഡ് ഫീഡിങ് as they become exposed to low tide. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സൂപ്പർ ലിറ്റോറൽ സോൺ കഴിഞ്ഞിട്ടുള്ള മിഡ് ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്, അതായത് ട്രൂ ടൈഡൽ സോൺ എന്ന് പറയുന്ന ഏരിയയിൽ വരുമ്പോഴത്തേക്ക് എന്താണ് അവരെന്താണ് സസ്പെൻഡ് ഫീഡിങ് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അവർ ലോ ടൈഡ് സമയത്ത് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. സോ the upper middle littoral zone is dominated by the barnacles. So എന്താണ് മേജറായിട്ടും ബനാന സ്പീഷീസ് അല്ലെങ്കിൽ സെമി ബനാന സ്പീഷീസ് ഒക്കെയാണ്, വിച്ച് ആർ പെർമനന്റ്ലി അറ്റാച്ച്ഡ് ടു ദ റോക്ക് ആൻഡ് മേ ബി ഡെൻസ് അറ്റ് 9000 ഇൻഡിവിജ്വൽസ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ഡെൻസായിട്ട് ഇവിടെ ക്ലംബിങ് ആയിട്ട് ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഈ അപ്പർ മിഡ് ലിറ്റോറൽ സോണിൽ എന്ന് പറയുന്നത്. എന്താണ് അവർ എന്താണ് ഹൈറ്റൈഡ് സമയത്ത് അവർ വാട്ടറിൽ എക്സ്പോഷർ സബ്മർജ്ഡ് ആവും. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ സ്പ്ലാഷ് സോൺ വഴി അവർക്ക് ആവശ്യത്തിനുള്ള മോയ്സ്ചർ കിട്ടും, പക്ഷെ അവരെന്താണ് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് സമയത്ത് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ ക്ലംബ്ഡ് ആയിട്ട് വളരും. അതിനുള്ള ആ ഒരു ഡോമിനേറ്റ് ആയിട്ടുള്ള അപ്പർ മിഡ് ലിറ്റോറൽ സോണിലുള്ള ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് പറയുന്നത് ബർണക്കിൾസ് ആണ്. അപ്പോൾ അതിന് ബെലാനസ് സെമി ബനാനസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണുള്ളത്. അവരുടെ എത്രത്തോളം ഡെൻസിറ്റിയിൽ അവർ വളരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 9000 ഇൻഡിവിജ്വൽ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് അവർ വളരുന്നത്. സോ അതോടൊപ്പം സീവീഡ്സ് പ്രസന്റ് ഇൻ റോക്കി ഷോർ ദാറ്റ് എക്സ്പീരിയൻസ് ലോ വേവ് ആക്ഷൻ ആൻഡ് ആർ ഡോമിനേറ്റഡ് ബൈ ബ്രൗൺ ആൽഗെ, സ്പെസിഫിക്കലി റോക്ക് വീഡ്സ്. ഫ്യൂക്കസ് സ്പീഷീസ് എന്ന് പറയുന്ന റോക്ക് വീഡ്സ് പിന്നെ ബ്രൗൺ ആൽഗെ ഇവരൊക്കെ ആയിരിക്കും എന്താണ് ഈ വേവ് ആക്ഷൻ വളരെ കുറഞ്ഞ ഏരിയയിൽ റോക്കി ഷോർസിന് വേണ്ടി ഗ്രോ ചെയ്യുന്നത്. സോ ഇവർ വളരെ ചെറുതായിരിക്കും, ബട്ട് ക്യാൻ ഫോം എ ലാർജ് മാറ്റ് ആൻഡ് ട്രാപ്പ് വാട്ടർ ആൻഡ് പ്രൊവൈഡ് എ ഹെവൻ ഫോർ ദി മെനി അനിമൽസ്. അപ്പോൾ ഇവർ വളരെ ചെറിയ ഓർഗാനിസംസ് ആണെങ്കിലും ഒരുപാട് നമ്പർ ഓഫ് അനിമൽസ് ചേർന്നിട്ട് ഓർഗാനിസംസ് ചേർന്നിട്ട് ഒരു മാറ്റ് പോലെയാണ് ഇവരെന്താണ് ഈ പറയുന്ന സീവീഡ്സ് ഒരു ഏരിയ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ മാറ്റ് പോലെ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാട്ടർ ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അവിടെ മോയ്സ്ചേർഡ് കണ്ടീഷൻ കാണും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓർഗാനിസത്തിന് എന്താണ് സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹെവൻ എന്നാണ് എന്താണ് നമ്മൾ ഒരുപാട് അനിമൽസിനൊരു ഹെവൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. So seaweeds in this area are well adapted to the problems they face. They produce deterrent chemicals to prevent grazing,
by herbivores and gelatinous coating to prevent water loss and attach firmly to the substrate with the hold fast and have flexible ability to withstand the wave action. So ഇവിടെയുള്ള ഓർഗാനിസംസ് എന്താണ്, സീവീഡ്സിന്റെ പ്രത്യേകതയാണ് അവരെന്താണ് ഗ്രേസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ഓർഗാനിസംസിന് ഗ്രേസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇവർ ചില ജെലാറ്റിനസ് കോട്ടിക്സ്, നമ്മൾ നേരത്തെ സയനോബാക്ടീരിയയുടെ കേസ് പറഞ്ഞു, ഈ ജെലാറ്റിനസ് കോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം എന്താണ് ഇവർ ഹോൾഡ് ഫാസ്റ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന സബ്സ്ട്രേറ്റ് വളരെ ഫേമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ വേവ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവർക്കത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇവരുടെ ബ്ലേഡ്സ് എന്ന് പറയുന്നത് എന്താണ് വേവ് ആക്ഷൻ അനുസരിച്ച് ഏതുകൊണ്ടാണോ വാട്ടർ മൂവ്മെന്റ് ഉള്ളത് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, അപ്പോൾ ഒരിക്കലും ഒരു ബ്രേക്ക് ആവുകയോ ആ ഹോൾഡ് ഫാസ്റ്റിൽ നിന്ന് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവുകയോ ചെയ്യത്തില്ല. സോ അടുത്തതെന്ന് പറയുന്നത് ഇൻഫ്രാലിറ്റോറൽ ഫ്രിഞ്ച് ആണ്. സബ് സോണിന് ശേഷമുള്ള ഏരിയ, ലിറ്റോറൽ സോണിന് മിഡ് ലിറ്റോറൽ സോണിന് ശേഷമുള്ള ഏരിയയാണ്. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മിഡ് ലിറ്റോറൽ സോണിനും ഇൻഫ്രാലിറ്റോറൽ സോണിനും ഇടയിലുള്ള ഏരിയയാണ്. സോ ഇറ്റ് ഈ സബ്മർജ്ഡ് എക്സ്പെക്ട് ഡ്യൂറിംഗ് ദ ലോസ്റ്റ് സ്പ്രിന്റേഡ് അല്ലെങ്കിൽ ലോസ്റ്റ് സ്പ്രിന്റേഡ് നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും എന്ത് പറ്റും ഇവർ ഈ എക്സ്പോസ്ഡ് ആവുക, ബാക്കിയുള്ള സമയത്ത് എല്ലാവരും സബ്മർജ്ഡ് ആയിരിക്കും. സോ ഓർഗാനിസംസ് ഹിയർ ക്യാൻ ടോളറേറ്റ് ഓൺലി ബ്രീഫ് എക്സ്പോഷർ ടു എയർ, വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവരെന്താണ് എയറുമായിട്ട് എക്സ്പോഷർ ആവുന്നത്. So dense surf of seaweeds are often found here, in particular large brown algae along with anemones, mollusks, sea star, brittle star, bryozoans, hydrozoans തുടങ്ങിയ എല്ലാ ഓർഗാനിസംസും സീവീഡ്സും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബ്രൗൺ ആൽഗെ. അതോടൊപ്പം അത് ഈ രണ്ടെന്ന് വെച്ചാൽ എന്താണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആനിമൽസിന്റെ ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടായിരിക്കും. അനിമോൾസ്, മോളസ്ക്, സീ സ്റ്റാർസ്, ബ്രിട്ടിൽ സ്റ്റാർസ്, ബ്രയോസോൺസ്, ഹൈഡ്രോസോൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ബേസിക് അടക്കമുള്ള പല ആക്ടിവിറ്റീസും ഈ ഓർഗാനിസംസോടെ കൺട്രോൾ ചെയ്ത് ഒരു എക്കോസിസ്റ്റമായിട്ട് ചെയ്യും. ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഏരിയ ഇൻ ഇന്റർട്രൽ സോൺ ആൻഡ് ഇറ്റ് എക്സിബിറ്റ്സ് ദ ഹയസ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഇൻഫ്രാലിറ്റോറൽ സോൺ എന്ന് പറയുന്നത് എന്താണ്, ഫ്രിഞ്ച് സോൺ എന്ന് പറയുന്നത് അത് വളരെ ചെറിയ സമയത്ത് മാത്രം എക്സ്പോഷർ ആവുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവുക. അതുപോലെ ഇവിടെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും ഈ ഏരിയ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ടൈഡ് പൂൾസ് ആണ്. സോ റോക്കി ഷോർസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഈ ടൈഡ് പൂൾസ് എന്ന് പറയുന്നത്. ടൈഡ് പൂൾസ് എന്ന് പറയുന്നത് നമ്മളെന്താണ് റോക്കി ഷോറിലുള്ള റോക്കിൽസുള്ള ഡിപ്രഷൻസ് ആണ്, ചെറിയ ചെറിയ കുഴികളാണ്. സോ ഇവിടെ എന്ത് പറ്റും, ഹൈ ടൈഡ് വരുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ സ്പ്ലാഷ് അടിച്ചൊക്കെ എന്താണ് വാട്ടർ ഫില്ലാവും. അപ്പോൾ ഈ വാട്ടർ റിട്ടേൺ ചെയ്യുകയും ഇതിനെ ടൈഡിൻ്റെ റിട്രീറ്റ്സ് ആയിട്ട് ഇതിങ്ങനെ ഇവിടെ കിടക്കുകയും ചെയ്യും. സോ ഈ പറയുന്ന ഓർഗാനിസത്തിൽ ഉള്ള ഈ പറയുന്ന ടൈഡ് പൂൾസിലുള്ള ഓർഗാനിസംസ് ഒരിക്കലും എയറുമായിട്ട് എക്സ്പോഷർ ആവില്ല, കാരണം അവിടെ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണ്, വേറെ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ്, വളരെ കുറഞ്ഞ വോളിയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് റോക്കി പൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇത് വളരെ പെട്ടെന്ന് ഹീറ്റ് ആവും. സോ സബ്ലിറ്റോറൽ വാട്ടറിനേക്കാളോ അല്ലെങ്കിൽ സീ വാട്ടറിനേക്കാളോ ടെമ്പറേച്ചർ വേരിയേഷൻസ് വളരെ പെട്ടെന്ന് ഉണ്ടാവും. സോ ആന്തോപ്ലൂറ അവിടെയുള്ള ഓർഗാനിസംസ് നമ്മൾ മേജറായിട്ടും ആന്തോപ്ലൂറ എലഗന്റിസിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ സി അനിമോൺസ് ആയിരിക്കും. പസഫിക് കോസ്റ്റിൽ മേജറായിട്ടും ഇവർക്കുള്ള ഒരു അഡാപ്റ്റേഷൻസ് പറയുന്നത് ഇവർക്ക് 13 ഡിഗ്രി വരെ സറൗണ്ടിങ് വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ നിന്നും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ ഇവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം. അതായത് നോർമൽ ടെമ്പറേച്ചർ 24 ആണെങ്കിൽ 27, 13, 37 വരെ വാട്ടർ ടെമ്പറേച്ചറിന് വളരെ പെട്ടെന്ന് ഇവർക്ക് ഒരു എന്താണ് പറയുക ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ 30 ഡിഗ്രി ആണെങ്കിൽ അവർക്ക് 43 ഡിഗ്രി വരെ അവർക്ക് എന്താണ് സറൗണ്ടിങ് വാട്ടർ എന്നുള്ള ഇതിന് ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വിസ്റ്റാൻഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിന് മാത്രമേ ഈ ടൈഡ് പൂൾസിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചർ they retract their tentacles and attach high light colored stones and shell to their tentacles to reflect the heat. അപ്പോൾ ഇവർ മേജറായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടെൻറ്റക്കിൾസ് ഒക്കെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം അതിനുശേഷം ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഷെൽസിൻ്റെയും ടോൾസിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇവർ ടെൻറ്റക്കിൾസ് വെച്ച് റിഫ്ലക്ട് ചെയ്യും, ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യും. ഇവരുടെ ലൈറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റോൺസ് ലൈറ്റ് കളറായിട്ടുള്ള സ്റ്റോൺസിൻ്റെ ഷെൽസിൻ്റെ ഇടയിലായിരിക്കും ഇവരുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഇവരുടെ ബോഡി എന്താണ് ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് ഇവർ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എന്താണ് ഹീറ്റ് ഇവരുടെ ബോഡിയിലേക്ക് അധികം അബ്സോർബ് ആവാതിരിക്കുകയും ചെയ്യും. സോ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹീറ്റ് കൂടുന്ന ഒരു കേസാണ് പറഞ്ഞത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റെയിനി സീസണിൽ എന്ത് പറ്റും, ഇവിടെ ഹൈ സലൈനിറ്റി എന്നുള്ളത് വളരെ പെട്ടെന്ന് റെയിൻ വാട്ടർ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, വളരെ പെട്ടെന്ന് തന്നെ എന്താണ് സലൈനിറ്റി റെഡ്യൂസ് ആവും. സോ സണ്ണി ഡേയ്സിൽ എന്ത് പറ്റും, ഇവിടെ ഓവറായിട്ട് ഹീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ വഴി വാട്ടർ ലോസ് ഉണ്ടാവും. അവിടുത്തെ സലൈനിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ റാപ്പിഡായിട്ട് എന്താണ് റൈൻ ഉണ്ടായി കഴിഞ്ഞാൽ സലൈനിറ്റി കുറയും, സണ്ണി ഡേയ്സിൽ ഇവിടുത്തെ സലൈനിറ്റി കൂടും. സോ
അതോടൊപ്പം തന്നെ ഹീറ്റ് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ഓക്സിജന്റെ കണ്ടന്റ് കുറയും. സോ വാട്ടറിലുള്ള ഓക്സിജൻ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ നിന്നും ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന ഓർഗാനിസംസിന് എന്ത് പറ്റും, ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും ഒരു ഡിസോൾവ് ഓക്സിജൻ ക്വാളിറ്റി വളരെ കുറയുകയും ചെയ്യും. സോ നമുക്കറിയാം ഓക്സിജൻ ഡിസോൾവ് ഓക്സിജനും വാട്ടർ ടെമ്പറേച്ചറായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഡിസോൾവ് ഓക്സിജൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. വാട്ടറിന് ഡിസോൾവബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓഫ് കോഴ്സ് എന്ത് പറ്റും, ഓക്സിജൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യും. സോ അതോടൊപ്പം തന്നെ എന്താണ്, എലോട്ട് ഓഫ് ആൽഗെ വിത്തിൻ ദ പൂൾ ഗ്യാസ് കോൺസെൻട്രേഷൻ ടെൻ ടു ചേഞ്ച് ത്രൂ ഔട്ട് ദ ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന റോക്കി പൂളിൽ ഒരുപാട് ആൽഗെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഡേ ടൈമിൽ അവിടുത്തെ ഓക്സിജൻ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം അവരെന്താണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. നൈറ്റ് ടൈം വരുമ്പോൾ എന്ത് അവർ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും അവർ തന്നെ ഈ ഓക്സിജനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഈ അവിടുത്തെ ഗ്യാസ് കോൺസെൻട്രേഷൻ ഒരു ഡേ ആൻഡ് നൈറ്റ് ലെവലിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഈ ടെമ്പറേച്ചറിൽ ഉള്ള വേരിയേഷൻ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേരിയേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, അവിടുത്തെ pH കുറഞ്ഞു വരും. pH റെഡ്യൂസ് ആവും, അത് കുറച്ച് അസിഡിക് ആയി മാറും. സോ ഇതെല്ലാം ഇവിടുത്തെ എൻവയോൺമെന്റൽ എക്സ്ട്രീംസ് ആണ്. സോ ബട്ട് ദേ ആർ എക്സ്പീരിയൻസ് ആൻ ഇൻസ്റ്റന്റേനിയസ് റിട്ടേൺ ടു ഓഷൻ കണ്ടീഷൻ വെൻ ദ ടൈഡ് റൈസസ് ആൻഡ് ഫ്ലഡ് ദ പൂൾ അഗെയിൻ. ഇത്രയും കണ്ടീഷൻസ് വളരെ ക്രൂഷ്യലായ എൻവയോൺമെന്റൽ എക്സ്ട്രീംസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ നോർമൽ കണ്ടീഷനിലേക്ക് എപ്പോഴെങ്കിലും ഒരു ഹൈ ടൈഡ് വരികയോ അല്ലെങ്കിൽ ഒരു ഹൈ ടൈഡ് കണ്ടീഷൻ വന്നിട്ട് ഒരു വേവ് അടിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇത് പെട്ടെന്ന് തന്നെ ഓഷൻ കണ്ടീഷനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ചായി മാറുകയും ചെയ്യും. സോ പെട്ടെന്നൊരു റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് സ്ലോലി ആയിട്ടുള്ള ചേഞ്ച് അല്ല, ഒരു റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ഈ റാപ്പിഡായ ചേഞ്ചസ്, എൻവയോൺമെന്റൽ ചേഞ്ചിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിന് മാത്രമേ എന്തായാലും ഈ പറയുന്ന എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഇത്രയാണ് റോക്കി ഷോർ. അടുത്ത് നമ്മൾ നോക്കുന്നത് സാൻഡി ഷോറാണ്. സാൻഡി ഷോർ എന്ന് പറയുന്നത് സാൻഡി ഷോറും മഡി ഷോറും നമ്മളിപ്പോൾ ഒരുമിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം പാർട്ടിക്കിൾ സൈസ് അനുസരിച്ചാണ് ഇതിനെ രണ്ട് രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. സോ ലോവർ വേവ് ആക്ഷൻ ഉള്ള ഏരിയയിൽ ആയിരിക്കും മേജറായിട്ട് ഈ സാൻഡി ഷോർസ് ഉണ്ടാകുന്നത്. അവിടെ ലൂസായിട്ടുള്ള സെഡിമെന്റ്സ് അക്യുമുലേറ്റിംഗ്. ഇപ്പോൾ വേവ് ആക്ഷൻ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ സാൻഡി ബീച്ചസ് മേജറായിട്ട് കാണുന്നത് പറയുന്നത്. ദീസ് ലൂസ് മെറ്റീരിയൽസ് കോമൺലി ഇൻക്ലൂഡ്സ് ക്വാർട്സ് ഗ്രെയിൻസ്, ബ്ലാക്ക് വോൾക്കാനിക് സാൻഡ്, പൾവറൈസ്ഡ് കാർബണേറ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്കെൽറ്റൻസ്. ഇപ്പോൾ മേജറായിട്ടും സാൻഡി ഷോറിൽ നമ്മൾ നോക്കിയാൽ മണലാണ് ഉണ്ടാകുന്നത്. ക്വാർട്സ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് സിലിക്കേറ്റ് മണലാണ് ഉണ്ടാകുന്നത്. മണൽ മാത്രമല്ലാതെ പിന്നെ ബ്ലാക്ക് വോൾക്കാനിക് സാൻഡ്, വോൾക്കാനിക് റഷൻ വഴി ഉണ്ടാകുന്ന ബ്ലാക്ക് സാൻഡ്, ദെൻ പ്ലാന്റിൻ്റെയൊക്കെ കാർബണേറ്റ് ആയിട്ടുള്ള പൾവറൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അനിമൽ സ്കെൽറ്റൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് മേജറായിട്ടും കാണുന്നത്. സോ ഈ പറയുന്ന റോക്കി ഷോർ എന്ന് പറയുന്നത് വളരെ റിച്ച് ഡൈവേഴ്സിറ്റി ആണെങ്കിലും സാൻഡി ഷോർ എന്ന് പറയുന്നത് എന്താണ്, ഡൈവേഴ്സിറ്റി വളരെ, ഫോൺ അബണ്ടൻസ് വളരെ കുറവുള്ള ഏരിയയാണ്. സോ ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ ഏരിയ വളരെ കുറവായിരിക്കും, വേവ് ആക്ഷൻ വളരെ കുറവായിരിക്കും. ഇപ്പോൾ റോക്കി ഷോർ പോലുള്ള ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് കോമ്പറ്റീഷൻ ഇവിടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ഉണ്ടാകത്തില്ല. സജസ്റ്റഡ് ബൈ ദി സ്പാർസ് പോപ്പുലേഷൻ, 3 ഡയമെൻഷണൽ സ്പേസസ് ആൻഡ് അബണ്ടൻസ് ഓഫ് ഫുഡ് വളരെ കൂടുതലായിരിക്കും. 3 ഡയമെൻഷനിൽ ഇവിടെ സ്പേസ് അവൈലബിൾ ആയിരിക്കും. റോക്കി ഷോറിൽ 3 ഡയമെൻഷനിൽ സ്പേസ് അവൈലബിൾ ആണ്. കാരണം റോക്ക് എന്താണ്, ഒരു ഹാർഡി സബ്സ്ട്രേറ്റ് ആണ്. അപ്പോൾ അതിനകത്തേക്ക് ക്രെവിസസ് ഉണ്ടാക്കിയൊന്നും പോകാൻ പറ്റത്തില്ല. സോ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വേവ് ആക്ഷൻ, അതുപോലെ പാർട്ടിക്കിൾ സൈസ്, സാൻഡ് ഗ്രെയിൻസിന്റെ സൈസ്, അതുപോലെ ബീറ്റിന്റെ സ്ലോപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഈ 3 ഫിസിക്കൽ ഫാക്ടേഴ്സിനെയാണ് മേജറായിട്ടും അവിടുത്തെ സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് വേവ്സും സെഡിമെന്റ്സും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ പറഞ്ഞു വേവ് ആക്ഷൻ അവിടുത്തെ ഒരു ഫാക്ടറാണെന്ന് പറഞ്ഞത്. സോ വേവ് ആക്ഷൻ കുറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും മേജറായിട്ട് സാൻഡി ഷോർസ് ഡെവലപ്പ് ആവുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർഗാനിസം ഓൺ സാൻഡി ഷോർ ഈസ് മോസ്റ്റ്ലി ഡിറ്റർമൈൻഡ് ബൈ ദ പാർട്ടിക്കിൾ സൈസ്, വേവ് ആക്ഷൻ ആൻഡ് സ്ലോ. നമ്മൾ ആൾറെഡി പറഞ്ഞു. സോ വേവ് ആക്ഷൻ ഡിറ്റർമൈൻ ദ സെഡിമെന്റ് സൈസ് ഫൗണ്ട് ഇൻ എ ഗിവൺ ബീച്ച്. ഒരു ബീച്ചിലുള്ള പാർട്ടിക്കിൾസിന്റെ സെഡിമെന്റ് സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പറയുന്നത് വേവ് ആക്ഷനാണ്. ഹൈ വേവ് ആക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടെ കോഴ്സ് മെറ്റീരിയൽ മാത്രം കാണും. ലോ വേവ് ആക്ഷൻ ആണെങ്കിൽ അവിടെ എന്താണ്, ഫൈൻ സെഡിമെന്റ് ആയിരിക്കും. ഇപ്പം മഡി ഷോറിലൊക്കെ പോയി കഴിഞ്ഞാൽ വേവ് ആക്ഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ വേവ് ആക്ഷൻസ് എന്തായിരിക്കും നമ്മുടെ സാൻഡി ഷോറിൽ കാണും. ഈ സെഡിമെന്റ് സൈസ് എന്ന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യസ് സ്പേസ്, ഇപ്പോൾ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള സ്പേസിനെ ഡിറ്റർമിൻ ചെയ്യും. വലിയ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്ത് പറ്റും, ഇന്റർസ്റ്റീഷ്യൽ സ്പേസും കൂടുതലായിരിക്കും, വിച്ച് ഇൻ ടൈം അഫക്ട് ദ പോറോസിറ്റി ആൻഡ് വാട്ടർ റിട്ടൻഷൻ. പക്ഷേ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് കൂടുന്നതനുസരിച്ച് വാട്ടർ എത്രത്തോളം റിട്ടൻ ചെയ്യുന്നു എന്നുള്ളതും അതോടൊപ്പം വാട്ടറിന്റെ പോറോസിറ്റിയും ഡിറ്റർമിൻ ചെയ്തിരിക്കും. വലിയ പാർട്ടിക്കിൾസ് ആണെന്ന് പറ്റും. മണലൊക്കെ എന്താണ്, മണൽ എന്ന് പറയുന്നത്, സാൻഡ് എന്ന് പറയുന്നത് എന്താണ്, പോറോസിറ്റി വളരെ കൂടിയതാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ റിട്ടൻഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള സെഡിമെന്റ്സ് ആണെങ്കിൽ എന്ത് പറ്റും, അത് വളരെയധികം വാട്ടറിനെ ബെറ്റർ ആയിട്ട് ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, മറൈൻ ഓർഗാനിസത്തിന് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇതായിട്ടിരിക്കും. കാരണം സീ വാട്ടർ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതിനും
ബട്ട് വളരെ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ സിൽറ്റ് ക്ലേ പോലുള്ള മഡി ഷോർ ആണെങ്കിൽ എന്ത് പറ്റും, അവിടെ എന്താണ് വാട്ടർ എക്സ്ചേഞ്ച് വളരെ കുറച്ചേ നടക്കത്തുള്ളൂ. കാരണം എന്താണ്, അവിടെ വേവ് ആക്ഷൻ വളരെ കുറവായതുകൊണ്ടായിരിക്കും വേവ് മെറ്റീരിയൽ ഫൈൻ മെറ്റീരിയൽ അവിടെ എന്താണ് ഡെപ്പോസിറ്റ് ആവുന്നത്. സോ ഇതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഒരു അനോക്സിക് കണ്ടീഷൻ ആയിരിക്കും. സർഫസിൽ മാത്രമായിരിക്കും വാട്ടർ എക്സ്ചേഞ്ചിങ് നടക്കുന്നത്, ബാക്കി താഴോട്ടുള്ളിടത്ത് വാട്ടർ എക്സ്ചേഞ്ച് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ വാട്ടർ കാണും, ബട്ട് അവിടെ എന്താണ് ഒരു അനോക്സിക് കണ്ടീഷൻ വരികയും ഓക്സിജൻ എന്താണ് റെസ്പിറേഷനും ഡീകമ്പോസിനും വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഫുള്ളായിട്ടൊരു അനോക്സിക് കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. So sediment science also influences the ability of organisms to burrow. Fine sand is easier to burrow into than smaller and larger sediments. So sediment science എന്ന് പറയുന്നത് ഫൈൻ സാൻഡ് ആണെങ്കിൽ എന്ത് പറ്റും, വളരെ ഈസി ആയിട്ട് അവർക്ക് എന്ത് പറ്റും, ബറോ ചെയ്ത് അതിനകത്തേക്ക് ബറോ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ സാൻഡി ഷോർ മഡി ഷോറിലൊക്കെ ആണെങ്കിൽ ബറോ ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റും ഓർഗാനിസത്തിൽ. പക്ഷേ വലിയ സൈസിലുള്ള സെഡിമെന്റ്സ് ആണെങ്കിൽ എന്ത് പറ്റും, അവർക്ക് ബറോ ചെയ്ത് പോകുന്നതിന് കുറച്ച് അത്ര ഈസി ആയിരിക്കത്തില്ല. സോ ദ സ്ലോപ്പ് ഓഫ് ദി ബീച്ച് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് വേവ്സ്, സെഡിമെന്റ് സൈസ് ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ സ്വാഷ് ആൻഡ് ബാക്ക് വാഷ്. ഇപ്പോൾ നമ്മൾ വേവ്സ് അടിക്കുമ്പോൾ മേളിലേക്ക് വരുന്നതിനെ സ്വാഷ് എന്നും തിരിച്ചു പോകുന്നതിനെ ബാക്ക് വാഷ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു ടേമാണ്. സോ ഇതിന്റെ ബാക്ക് വാഷും സ്വാഷും ഇതാണ് സെഡിമെന്റ് മെറ്റീരിയലിനെ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുകയും തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതോടെ വേവ്സിന്റെ ഇന്ററാക്ഷൻ, സെഡിമെന്റിന്റെ സൈസ്, ഇതൊക്കെയാണ് മേജറായിട്ടും ഇത് രണ്ടും സെഡിമെന്റിന്റെ സൈസും വേവിന്റെ ഇന്ററാക്ഷനുമാണ്. അത് റിലേറ്റഡ് ടു സ്വാഷ് ആൻഡ് ബാക്ക് വാഷ് ആണ് എന്താണ് ഈ ഒരു ബീച്ചിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ബാക്ക് വാഷ് വളരെ ഇത് കുറയുകയും സ്വാഷ് വളരെ കൂടുകയും ചെയ്യുന്ന ഏരിയകളിൽ എന്ത് പറ്റും, മേജറായിട്ടും സെഡിമെന്റ്സ് ഡെപ്പോസിഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് ബീച്ചിന്റെ സ്ലോപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ബീച്ച് ആയിരിക്കത്തില്ല, സ്ലോപ്പ് വളരെ കുറഞ്ഞ ബീച്ച് ആയിരിക്കും. സ്ലോപ്പ് കൂടുതലും സ്ലോപ്പ് കുറയുകയും അപ്പോൾ എന്താണ് കുറച്ചും കൂടെ ഏരിയ കൂടിയിരിക്കും. സ്ലോപ്പ് ഓഫ് ദ ബീച്ച് ഇൻ ടേൺ ഡിറ്റർമൈൻ ദ എക്സ്റ്റെന്റ് ഓഫ് ഇന്റർടൈഡൽ സോൺ ഫോർ എ ഗിവൺ ടൈഡൽ റേഞ്ച്. എ സ്റ്റീപ്പർ ബീച്ച് റിസൾട്ട് ദ സ്മാൾ ഇന്റർടൈഡൽ ഏരിയ. ഒരു സ്റ്റീപ്പർ ആയിട്ടുള്ള ബീച്ച് ആയിരിക്കും അവിടെ എന്താണ് ഇന്റർടൈഡൽ ഏരിയ വളരെ കുറവായിരിക്കും. കാരണം കുത്തനെ കിടക്കുന്ന ഒരു ഏരിയയിൽ എന്തായിരിക്കും ടൈഡൽ ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേക്കും വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഹൈയസ്റ്റ് ലോ ടൈഡലിന്റെ ഇടയിലുള്ള ഏരിയ ഉണ്ടാകത്തുള്ളൂ. ടൈഡൽ ഫ്ലക്ച്വേഷൻ മൊത്തത്തിലല്ലേ ഉണ്ടാവും. അപ്പോൾ ഹൈറ്റ് കൂടുന്നതിന് സ്റ്റീപ്പായിട്ടിരിക്കുന്നതനുസരിച്ച് ആ വാട്ടറിന്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ആ ഒരു ഏരിയ വളരെ എന്താണ് ഇന്റർടൈഡൽ സോൺ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ ഇനി നമ്മൾ ഇന്റർടൈഡൽ ഓർഗാനിസംസ് അവിടെയുള്ള ലിവിങ് ഓർഗാനിസത്തെ പറ്റിയാണ്. മോസ്റ്റ് ഓഫ് ദ മാക്രോഫോൺ ഓൺ സാൻഡി ഷോർസ് ആർ ഇൻഫോണ. ദേ ബറോ ഇൻ ദ സെഡിമെന്റ്. അപ്പോൾ നമ്മൾ ബീച്ചസിലൊക്കെ പോയാൽ നമുക്ക് ക്രാബ്സിനെ കാണാം, അതുപോലെ ഒരുപാട് ഓർഗാനിസത്തിനെ കാണാം. ഈ ഓർഗാനിസംസ് എല്ലാം വേവ് അടിച്ച് മുകളിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും, ഇവർ മുകളിലേക്ക് വരികയും വേവ് തിരിച്ചിറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് മണലിനടിയിലേക്ക് പോവുകയും ചെയ്യും. ചില ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ എന്ന് പറയുന്നത് ആ ഓർഗാനിസംസ് എല്ലാം ഇൻഫോണയാണ്. അവർ സെഡിമെന്റ്സിനകത്തേക്ക് ബറോ ചെയ്ത് പോവുകയും ഈ വാട്ടർ കയറി വരുമ്പോൾ മാത്രം അവർ പുറത്തേക്ക് വന്ന് ഫീഡ് ചെയ്യുകയും ചെയ്യുകയാണ്. സോ ഈ ഒരു ബിഹേവിയർ എന്താണ് അവരെ ഡെസിക്കേഷനിൽ നിന്നും ഹീറ്റ് സ്ട്രെസ്സിൽ നിന്നും ഒക്കെ എന്താണ് അവരെ പ്രിവെന്റ് ചെയ്യും, അവരെ എസ്കേപ്പ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്താണ് ഇവരൊരിക്കലും ഡയറക്റ്റ് എയറുമായിട്ട് എക്സ്പോഷർ വരുന്നില്ല. ഇവർ ആ സമയത്ത് ഈ ബറോ ചെയ്തതിനകത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയോ ഇവരുടെ ബോഡിയിലുള്ള മോയ്സ്ചർ നഷ്ടപ്പെടുകയോ ചെയ്യത്തില്ല. With the effect of two stresses reduced, wave action is the most critical factor in determining the distribution of organisms in sandy shore. അപ്പോൾ ഇവിടെ ഹീറ്റ് സ്ട്രെസ്സും ഉണ്ടാവുന്നില്ല, അതുപോലെ ഡെസിക്കേഷനും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് വേവ് ആക്ഷനാണ്. വേവ് ആക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും, ലൂസ് ആയിട്ടുള്ള ഈ സാൻഡി മെറ്റീരിയൽ പോവുകയും ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ ഇവർ അതിനോടൊപ്പം ഡ്രാഗ് ചെയ്ത് പോവുകയും ചെയ്യും. In some fine grained beaches with limited water flow between grains of sand, oxygen level can be very low. So below a very top of the sediment, thereby limit the organism distribution. അപ്പോൾ വെർട്ടിക്കൽ 3-dimensional പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും വളരെ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള ബീച്ചസിൽ എന്ത് പറ്റും, വാട്ടർ ഫ്ലോ സർഫസിൽ മാത്രമേ നടക്കത്തുള്ളൂ. ലോവർ ഏരിയയിൽ എന്ത് പറ്റും, വാട്ടർ ഫ്ലോ നടക്കാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓക്സിജൻ ഡീകമ്പോസിഷൻ മറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു അനോക്സിക് കണ്ടീഷൻ ഉണ്ടാവുകയും സർഫസിൽ മാത്രം ഈ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. So several organisms have siphons or pumps to oxygenate their burrows and survive in hypoxic and anoxic condition. അപ്പോൾ ഇതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില ഓർഗാനിസംസ് സൈഫൺസ് അല്ലെങ്കിൽ പമ്പ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവർ ബറോ ചെയ്ത് അകത്തേക്ക് പോവുകയും സൈഫൺസ് യൂസ് ചെയ്ത് എന്താണ് ഓക്സിജൻ സർഫസിൽ നിന്ന് സർഫസിലേക്ക് ഈ സർഫസ് എയറുമായിട്ടൊരു കോൺടാക്ട് ഉണ്ടാകുകയും ബറോസ് ഉണ്ടാക്കി അതുവഴി ഇവർ എന്താണ് ഈ അനോക്സിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈപ്പോക്സിക് കണ്ടീഷനെ ഓവർകം ചെയ്യുകയും ചെയ്യും. സോ മേജറായിട്ടും ടൈഡ്സിന്റെ ആക്ടിവിറ്റി, ഓർഗാനിസത്തിൽ എങ്ങനെ ടൈഡ്സ് ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗ്രോത്തിൽ. Since the shifting of sand prevent the growth of multicellular primary producers in the sandy intertidal zone, the primary production is limited.
അപ്പോൾ ഈ സാൻഡ് എന്ന് പറയുന്നതാണ് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അവിടെ സാൻഡ് എന്താണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാൻഡ് അവിടെ നിന്ന് ബാക്ക് വാഷിന്റെ സമയത്ത് പോവുകയും സ്വാഷിന്റെ സമയത്ത് വീണ്ടും വരിക ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പർട്ടിക്കുലർലി ഫാനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രൈമറി പ്രൊഡക്ഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനൊന്നും ഒന്നിനും അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. സോ ബെന്തിക് ഡയറ്റംസ് ക്യാൻ പ്രൊവൈഡ് സം പ്രൈമറി പ്രൊഡക്ഷൻ. സോ അവിടുത്തെ മേജർ ആയിട്ടുള്ള പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബെന്തിക് ഡയറ്റംസ് ആണ്. അപ്പോൾ മേജറായിട്ടും അത് മാത്രമല്ല ഇവിടുത്തെ മേജറായിട്ടും ഇവിടുത്തെ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് ഡെട്രിറ്റസ് ആണ്. ഈ ടൈഡിനോടൊപ്പം വരുന്ന ഡെട്രിറ്റസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. സോ ഒരു ഡെട്രിറ്റിയോറസ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ ആണ് ഇവിടെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ദ ആക്ടിവിറ്റീസ് ഓർഗാനിസം ഇൻ ദ സാൻഡി ഇൻഡസ്ട്രിയൽ ഈസ് സ്ട്രോങ്ലി ടൈഡ് ടു ദ മൂവ്മെന്റ് ഓഫ് ടൈഡ്സ്. ടൈഡിനനുസരിച്ചാണ് ഇവർക്കുള്ള എന്താണ് ഇവരുടെ എല്ലാ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഹൈ ടൈഡ് സമയത്ത് എന്താണ് ഇവർ വാട്ടർ വരികയും ഈ ടൈഡിനോടൊപ്പം വരുന്ന ഡെട്രിറ്റസ് മെറ്റീരിയൽസ് ഇവർ ഫീഡ് ചെയ്യുകയും ലോ ടൈഡ് സമയത്തേക്ക് എന്താ പറയുക ഇവർ ബാറോ ചെയ്ത് സെഡിമെന്റിനകത്തേക്ക് പോവുകയും ചെയ്യും. മെനി ഓർഗാനിസംസ് വെയിറ്റ് അണ്ടിൽ ഹൈ ടൈഡ് ടു ഫീഡ് ആൻഡ് എക്സ്ചേഞ്ച് ഗ്യാസ് എക്സ്ചേഞ്ചിനും ഫീഡിനും എല്ലാം അവർ വെയിറ്റ് ചെയ്യും. ആൻഡ് ക്വിക്ലി ഇൻക്രീസ് ദെയർ ആക്ടിവിറ്റീസ് വെൻ ദേ ബിക്കം സബ്മർജ് സ്റ്റേജ് ആകുമ്പോൾ അവരെന്ത് പറ്റും വളരെ ക്വിക്കായിട്ട് അവരുടെ ബോഡി ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്രീസ് ചെയ്യും. ദെൻ ഹൈ ടൈഡ് ഇസ് ആൾസോ ബ്രിങ് എസ്യൂട്ട് മറൈൻ പ്രെഡേറ്റേഴ്സ് സച്ച് എസ് വെൽക്സ്, സീ സ്റ്റാർസ്, മൂൺ സ്നെയിൽസ്. അപ്പോൾ ഈ ഓർഗാനിസത്തിന് ഫീഡ് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ എന്താണ് ഹൈ ടൈഡ് സമയത്ത് എന്താണ് മറൈൻ പ്രിഡേറ്റേഴ്സ് വരികയും ഇവരെ പ്രിഡേഷന് കാരണമാവുകയും ചെയ്യും. മൂൺ സ്റ്റേഴ്സും സീ സ്റ്റാർസും ഒക്കെ കടന്നു വരികയും ഈ ഓർഗാനിസത്തിന് പ്രിഡേഷൻ ഉണ്ടാവുകയും ചെയ്യും. സോ അവിടെ ഒരു കോമ്പറ്റീഷനും വരുന്നുണ്ട്, അതോടൊപ്പം അവർക്ക് എന്താണ് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫീഡ്സും വരുന്നുണ്ട്. ദെൻ മിയോഫോണ എന്ന് പറയുന്നത് 62 മൈക്രോമീറ്ററിനും 0.5 mm സൈസിന് ഇടയിലുള്ള ഓർഗാനിസംസ് ആണ്. സോ മേജർലി എന്താണ് ഇവർ അക്വാട്ടിക് ആൻഡ് ലീവ് ബിറ്റ്വീൻ സെഡിമെന്റ് ഗ്രേഡ്സിന് ഇടയിൽ താമസിക്കുന്ന അക്വാട്ടിക് ആയിട്ടുള്ള എൻറ്റയർലി അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ മിയോഫോണ എന്ന് പറയുന്നത്. ഇത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സോ ഇവരുടെ മേജറായിട്ടുള്ള ഇവരുടെ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത് ഇൻഡസ്ട്രിയൽ സ്പേസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. സോ ഇൻഡസ്ട്രിയൽ സ്പേസിനനുസരിച്ചാണ് എന്താണ് അവിടെ വാട്ടർ കണ്ടന്റ് എത്രത്തോളം വാട്ടർ കണ്ടന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഇൻഡസ്ട്രിയൽ സ്പേസിലാണ് ഇവർ സർവൈവ് ചെയ്യുന്നത്. അവിടുത്തെ വെള്ളമാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഗ്യാസ് എക്സ്ചേഞ്ചിനും സർവൈവ് ചെയ്യും, മോയ്സ്ചർ കണ്ടന്റും എല്ലാത്തിനും. അപ്പോൾ കോഴ്സ് ഓഫ് സെഡിമെന്റ്സ് വിത്ത് ഗ്രേറ്റർ ഇൻഡസ്ട്രിയൽ വോളിയം ഹാർബർ ലാർജ് ഓർഗാനിസം ഗെറ്റ് ഡ്രെയിൻ മോർ റാപ്പിഡ്സ്. സോ കുറച്ച് വലിയ പാർട്ടിക്കിൾ സെഡിമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കോഴ്സർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ സ്പേസ് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും. അവിടെ ഒരുവിധപ്പെട്ട വലിയ ഓർഗാനിസം എല്ലാം അതിൻ്റെ ഇടയിൽ കയറിയിരിക്കാൻ പറ്റും. പക്ഷെ എന്താണ് അവിടെ വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഡ്രെയിൻ ചെയ്യും, പോറോസിറ്റി വളരെ കൂടുതലായിരിക്കും. ഫൈമർ സെഡിമെന്റ്സ് ആണെങ്കിൽ എന്ത് പറ്റും ബറോയിങ് ഫോം മിയോഫോണസ് കൂടുതൽ അവിടെ ആയിരിക്കും ഉണ്ടായിരിക്കും. കാരണം എന്താണ് ഇവിടെ കൂടുതൽ സമയം വാട്ടർ റിട്ടേൺ ചെയ്തിരിക്കും. പക്ഷെ അവിടെ സർഫസിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു ഹൈപ്പോക്സിക് കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. The abundance and type of organisms found in Meiofauna depends on temperature, salinity, wave action, oxygen availability. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരെന്താണ് മിയോഫോണസിന്റെ ഡിസ്ട്രിബ്യൂഷനും അവരുടെ എന്താണ് ഏതൊക്കെ മിയോഫോണ കാണുന്നതെന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും സർഫസിൽ നിന്ന് അവർക്ക് ഒരുപാട് താഴേക്ക് പോകേണ്ടി വരും. ദെൻ സലൈനിറ്റി ഡിപ്പെൻഡ് ആണ്. ഇതെല്ലാം മറൈൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ സലൈനിറ്റി ഡിപ്പെൻഡ് ആയിരിക്കും. അതോടൊപ്പം വേവ് ആക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും ബാക്ക് വാഷ് ഉണ്ടാവുകയും കൂടുതൽ സെഡിമെന്റ്സ് ഇവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. They exhibit a range of feeding type, carnivorous, suspension feeders, depositive feeders തുടങ്ങി പല ക്യാരക്ടേഴ്സും അവർ ഫീഡിങ് ക്യാരക്ടേഴ്സ് അവർ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മളിപ്പോൾ ഈ കാണുന്ന പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് മിയോഫോണയുടെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തൊക്കെ മിയോഫോണയാണ് സാൻഡി ഷോറിൽ ഉണ്ടാകുന്നതാണ്. A unique specialized feeding type is sand licking, in which sand grains are manipulated by the mouth part to remove minute bacterial growth and തിൻ ഫിലിംസ് ഓഫ് ഡയറ്റംസ്. അപ്പോൾ ഈ സാൻഡ് ഗ്രെയിൻസിനകത്ത് എന്താണ് ചെറിയ തിൻ ഫിലിംസ്, ഡയറ്റംസിൻ്റെയൊക്കെ തിൻ ഫിലിംസ് ആണ്. ഇതിനെ ഇവരെന്ത് പറ്റും സാൻഡ് ഗ്രെയിൻസോട് കൂടി കഴിക്കുകയും അവരതിൽ നിന്നുള്ള ഈ ഡയറ്റംസിന് എന്താണ് അവർ ഗ്രീസ് ചെയ്തെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ ബോഡി അബ്സോർവ് ചെയ്തെടുക്കുകയും ചെയ്യും. സോ ഇത് നമുക്കിപ്പോൾ നോക്കാം. ഇത് ക്രസ്റ്റേഷ്യൻ സ്പീഷീസ് ആണ്, ഇത് അനലിറ്റ് സ്പീഷീസ് ആണ്. ദെൻ സം മൊളസ്ക, അതുപോലെ സീലീഡ്സ്, നീഡേറിയൻസ്, അതുപോലെ ഫ്ലാറ്റ് വേംസ്, നെമറ്റോഡ്സ് തുടങ്ങിയ ഓർഗാനിസംസ് ഒക്കെയാണ് മേജറായിട്ട് എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സ്പീസിൽ കാണുന്ന മിയോഫോണ എന്ന് പറയുന്നത്. ഇതെല്ലാം സാൻഡ് പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ വരുന്ന ഇൻഡസ്ട്രിയൽ സ്പേസിലേക്കാണ് ഇവരെന്താണ് ബറോ ചെയ്ത് ഇവർ സബ്മർജ്ഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും ഇവർ പുറത്തേക്ക് വരികയും ഇവർ ഫിൽട്ടർ ഫീഡിങ് അല്ലെങ്കിൽ പ്രിഡേഷൻ, കാർണിവർസ് എന്ത് ഫീഡിങ് ബിഹേവിയർ ആണ് ഇവർക്കുള്ളത് അത് ചെയ്യുകയും ഇവർ തിരിച്ച് ലോറ്റഡ് സമയത്ത് ഇതിനകത്തേക്ക് പോവുകയും ചെയ്യും. ഇവിടെ വാട്ടർ സ്റ്റോറേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ബോഡിയിലെ മോയ്സ്ചർ നഷ്ടപ്പെടുകയോ അതായത് അല്ലെങ്കിൽ ഇവർക്ക് വെള്ളം ഫുള്ളായിട്ട് ഡെസിക്കേഷൻ ഉണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല. ദെൻ ഈ സാൻഡി ഷോറിലുള്ള സൊണേഷനാണ് അടുത്ത് നമുക്ക് നോക്കുന്നത്. റോക്കി ഷോറിൽ നമ്മൾ പക്കായിട്ടുള്ള സൊണേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാൻഡി ഷോറിൽ എന്താണ്
കൃത്യമായ ഒരു സോണേഷൻ റോക്കി ഷോറിലെ പോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ സാൻഡി ഷോറിൽ എന്താണ് ഒരു സോണേഷൻ ഉണ്ട്. സോ ഹൊറിസോണ്ടൽ സോണേഷൻ ആണ് നമ്മൾ റോക്കി ഷോർസിൽ പറഞ്ഞത്. പക്ഷേ സാൻഡി ഷോർസിൽ മേജറായിട്ടും വെർട്ടിക്കൽ ആയിട്ടുള്ള സോണേഷൻ ആണ് ഉണ്ടാവുന്നത്. ഫ്രം സർഫസ് ടു സെഡിമെന്റ് ഡൗൺ, സർഫസിൽ നിന്ന് സെഡിമെന്റിലേക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കാണ് റോക്കി ഷോറിൽ നമുക്ക് എന്താണ് കൃത്യമായ ഒരു സോണേഷൻ കാണാൻ പറ്റുന്നത്. അതിൽ നമുക്കൊരു എക്സാക്ട് പാറ്റേൺ കാണാൻ പറ്റും. അത് മേജറായിട്ടും വാട്ടർ ട്രാപ്പ്, സെഡിമെന്റ്സിലുള്ള വാട്ടർ ട്രാപ്പ് എത്ര സമയം ട്രാപ്പ് ചെയ്യുന്നുണ്ട്, ടൈം ഓഫ് ഇയർ ആൻഡ് ടൈം ഓഫ് ബീച്ച് ഏത് ടൈപ്പാണ്, ഫൈൻ സെഡിമെന്റ്സ് ആണോ കോഴ്സ് പാർട്ടിക്കിൾസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ വർഷത്തിൽ ഏത് സമയമാണ്, സ്പ്രിംഗ് ടൈം ആണോ അല്ലാത്ത സമയമാണോ, റെയിൻ സീസൺ ആണോ തുടങ്ങിയ എല്ലാ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ പറയുന്ന സോണേഷൻ പാറ്റേൺസ് മാറിയിരിക്കുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡിറ്റർമൈൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് വേവ് ആക്ഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വേവ് ആക്ഷനാണ് അവിടുത്തെ ഏത് ടൈപ്പ് ഓഫ് ബീച്ചാണ്, കോഴ്സ് മെറ്റീരിയലാണോ, ഡെപ്പോസിഷൻ എത്രത്തോളം ഉണ്ട്, ബീച്ചിന്റെ സൈസ് അടക്കം ഡിറ്റർമൈൻ ചെയ്യുന്ന വേവ് ആക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ on exposed beaches, very few organisms can exhibit the surface. So organisms are typically either mobile or burrow deeply into sand. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബീച്ചസിൽ വേവ് ആക്ഷൻ വളരെ പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെയുള്ള ഓർഗാനിസം ഒന്നി മൊബൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെന്താണ് സാൻഡിൽ വളരെ ഡീപ്പായിട്ട് മൂവ് ചെയ്തിരിക്കുന്ന ബറോ ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും. കാരണം സർഫസിലുള്ള സാൻഡ്സ് എപ്പോഴും എന്താണ് ബാക്ക് വാഷ് അടക്കുന്ന സമയത്ത് തിരിച്ചിറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിന് നമ്മൾ ഹൊറിസോണ്ടൽ സോണേഷന്റെ ഒരു സാൻഡി ബീച്ചത്തിൽ അടക്കുന്ന ഒരു സോണേഷന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഡ്യൂ ടു ഷിഫ്റ്റിംഗ് നേച്ചർ ഓഫ് സെഡിമെന്റ്സ് ഫ്യൂ പ്ലാന്റ്സ് എക്സിസ്റ്റ് ആൻഡ് ഈവൻ ഫ്യൂവർ ട്രേസസ്, therefore the food is therefore detritus based in സാൻഡി ഇന്റർഗ്രേറ്റഡ് സോൺ. ഇപ്പോൾ സാൻഡി ഷോർ ആയാലും മഡി ഷോർ ആയാലും അവിടെ മേജറായിട്ടും ഡെറ്റിറ്റസ് ബേസ്ഡ് ആയിട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് പ്ലാന്റ്സിന് ഈ ഫേണായിട്ടുള്ള സബ്സ്ട്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മേജറായിട്ടും ഡെറ്റിറ്റസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വെബായിരിക്കും ഈ ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സുപ്രാലിറ്റോറൽ സോൺ എന്ന് പറയുന്ന ഏരിയ, അതായത് ബീച്ചിൽ നിന്ന് നമ്മൾ ഹൈറ്റൈഡിന് മുകളിലുള്ള ഏരിയ, ഇവിടെ മേജറായിട്ട് നമ്മൾ ഗോസ്റ്റ് ക്രാബിനെ പോലുള്ള നമ്മൾ ബീച്ചസിലൊക്കെ പോയാൽ കാണുന്ന ക്രാബ്സ് മാത്രമായിരിക്കും ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വാട്ടർ വളരെ കുറച്ച് മാത്രമേ വാട്ടർ മേളിലേക്ക് കയറി വരാറുള്ളൂ. എന്താണ് വേവ്സ് ആക്ഷൻ മൂലമാണ് ഈ പറയുന്ന ഏരിയയിലൊക്കെ വെള്ളം വരുന്നത്. ദെൻ മിഡ് ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത് ഹൈറ്റൈഡ് സമയത്ത് ഫുള്ളായിട്ടും വെള്ളത്തിലേക്ക് പോകുന്ന ഏരിയയാണ്. സോ ഈ ഏരിയയിൽ എന്ന് പറയുന്നത് മേജറായിട്ടും ലങ്വേം, ഹങ്കർ സ്നെയില്, അതുപോലെ മോൾ ക്രാബ്, അതുപോലെ സാൻസി സ്റ്റാർ, സാൻഡ് ഡോളേഴ്സ് തുടങ്ങിയ ഓർഗാനിസംസ് എല്ലാം കാണും. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു മോയ്സ്ചർ നേച്ചർ ആയിരിക്കും, എപ്പോഴും മോയ്സ്ചർ ഉണ്ടായിരിക്കും. ഇൻഡസ്ട്രീഷ്യൽ ആയിട്ടുള്ള സ്പേസിൽ എപ്പോഴും എന്താണ് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് മോയ്സ്ചർ കണ്ടന്റ് ബോഡിക്കുള്ളിൽ കണ്ടിരിക്കും. അതിന് താഴെ വരുന്ന ഏരിയയാണ് സബ് ടൈഡൽ സോൺ എന്ന് പറയുന്നത്. അതായത് ഈ ടൈഡൽ സോണിന് അകത്തായിരിക്കും. അവിടെ എന്താണ് ഒരുവിധപ്പെട്ട മറൈൻ ഓർഗാനിസംസ്, സീ അർച്ചിൻസ്, സ്റ്റിംഗ് റേ, മറൈൻ പ്രെഡേറ്റർ ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസും, സാൻഡ് ഡോളേഴ്സ്, ലിറ്റിൽ വേവ്സ്, ഹാറ്റ് ക്ലാംസ് തുടങ്ങിയ എല്ലാ ഓർഗാനിസംസും ഉണ്ടായിരിക്കും. മറൈൻ ഓർഗാനിസംസ് എല്ലാത്തിനും, കാരണം അവിടെ എന്താണ് മറൈൻ എൻവയോൺമെന്റ് തന്നെ ആയിരിക്കും. സോ ബ്ലൂ ക്രാബ്, കില്ലി ഫിഷ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇതിന് മുകളിലുള്ള ഇതാണ് നമ്മൾ എന്താണ് കറക്റ്റ് മിഡ് ലിറ്റോറൽ സോൺ അല്ലെങ്കിൽ ടൈഡൽ സോൺ എന്ന് പറയുന്നത്, ഇന്റർടൈഡൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് റേഞ്ചസ് ഫ്രം ദ ഹൈറ്റൈഡ് ലൈൻ ടു ദ എഡ്ജ് ഓഫ് വെജിറ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് എന്താണ് നമ്മുടെ ബീച്ചസിൽ എന്താണ് ഗ്രാസസ് ഒക്കെ ഗ്രോ ചെയ്തിരിക്കും. സോ ആ ഏരിയ വരെ നമ്മളെന്താണ് സുപ്രാലിറ്റോറൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത്. മച്ച് ഓഫ് ദീസ് ഏരിയസ് uninhabitable, so it is too hot and dry because of the sun. സൺലൈറ്റ് സാൻഡി ഷോറിൽ നല്ലോണം അടിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അവിടെ വേറെ ഓർഗാനിസം ഒന്നും കാണത്തില്ല. അത് വളരെ ഹോട്ടായിട്ടുള്ള ഏരിയയാണ്. Organisms that survive in these zones are mainly arthropod dominated by the insect isopods in temperate region and crabs in tropical region. മേജറായിട്ടും ആർത്രോപോഡ് അല്ലെങ്കിൽ ഐസോപോഡ്സ് ആണ് ഈ ഏരിയയിൽ കാണപ്പെടുന്നത്. ഇതിൽ ടെമ്പറേച്ചർ റീജിയനിൽ ഐസോപോഡ്സ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ട്രോപ്പിക്കൽ റീജിയനിൽ എന്താണ് മേജറായിട്ടും ക്രാബ്സ് ആയിരിക്കും കാണുന്നത്. സോ their burrows often have alternative escape route. അവർക്ക് എന്താണ് ഒരു ബറോസ് ഉണ്ടാക്കി വരുന്നതാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഗാനിസം പ്രിഡേഷനോ വന്നു കഴിഞ്ഞാൽ അവരെന്താണ് എസ്കേപ്പ് ചെയ്യും. സോ അടുത്ത സോൺ എന്ന് പറയുന്നത് സുപ്രാലിറ്റോറൽ സോൺ കഴിഞ്ഞാൽ മിഡ് ലിറ്റോറൽ സോൺ അല്ലെങ്കിൽ ട്രൂ ഇന്റർഗ്രേറ്റഡ് സോൺ ആണ്. ഇവിടെ എന്താണ് മോയ്സ്ചർ റീച്ചസ് എ സോൺ ഓഫ് ഡ്രൈയിങ് സാൻഡ് ഡ്യൂറിംഗ് ദ ഹയസ്റ്റ് ടൈഡ് ആൻഡ് ഗ്രാജുവലി ഇവാപറേറ്റ്. അപ്പോൾ ഹൈറ്റൈഡിന്റെ സമയത്ത് എന്താണ് ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് വരികയും ഗ്രാജുവലി എന്താണ് ഇവാപറേറ്റ് ചെയ്യുകയും. സോ the zone of retention retain moisture due to the capillary action and the zone of resurgence retain water at low tide. Capillary action കൊണ്ട് സോൺ ഓഫ് റിട്ടൻ ഇതിന്റെ സോൺ ഓഫ് റിട്ടൻഷൻസും സോൺ ഓഫ് റിസർജൻസും എന്ന് പറയുന്ന രണ്ടായിട്ട് ഈ പറയുന്ന ട്രൂ ഇന്റർഗ്രേറ്റഡ് സോൺ അല്ലെങ്കിൽ മിഡ് ലിറ്റോറൽ സോൺസിലും പറഞ്ഞിട്ടുണ്ട്. ഈ സോൺ ഓഫ് റിട്ടൻഷനിൽ കാപ്പിലറി ആക്ഷൻ വഴി എന്താണ് സീ വാട്ടർ കൂടുതലായിട്ട് മോയ്സ്ചർ ഉണ്ടായിരിക്കും. ദെൻ സോൺ ഓഫ് റിസർജൻസ് എന്താ പറയും ലോ ടെമ്പറേച്ചർ ലോ ടൈഡിന് സമയത്ത് എന്താണ് വാട്ടർ
വന്ന് അടിച്ചു കയറുന്ന വാട്ടറിനെ അവർ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. So the zone of saturation is constantly moist and support the greatest diversity of organisms including polychaetes, amphipods, isopods and bivalves. അപ്പോൾ സോൺ ഓഫ് റിസർജൻസ് താഴെ വരുന്ന ഏരിയയാണ് നമ്മളെന്താണ് സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് വളരെയധികം മോയ്സ്ചർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും, അവിടെ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം വളരെ പെട്ടെന്നുള്ള വേവ് ആക്ഷൻസും എല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും 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 വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. സോ അവിടെ ഐസോപോഡ്സ്, ബയോവാൽസ്, ആംഫിപോഡ്സ്, പോളിക്കിഡ്സ് ഇതെല്ലാം എന്താണ് ഈ സാൻഡിന്റെ ഇടയിൽ സർവ് ചെയ്യുന്നുണ്ട്. മെനി ഓഫ് ദീസ് ബറോസ് ആൻഡ് റിട്രാക്ട് ദെയർ ഫീഡിംഗ് ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ച് അപ്പൻഡേജസ് ഡ്യൂറിംഗ് ദ ലോറ്റഡ് ടു അവോയ്ഡ് ഡെസിക്കേഷൻ ആൻഡ് പ്രിഡേഷൻ. സോ ഇവരെന്താണ് ഇവരുടെ ഫീഡിങ്ങും ഗ്യാസ് എക്സ്ചേഞ്ചിനുള്ള അപ്പൻഡേജസ് എല്ലാം എന്താണ് ലോറ്റഡ് സമയത്തേക്ക് റിട്രാക്ട് ചെയ്ത് വയ്ക്കുകയും പ്രിഡേഷനും ഡെസിക്കേഷനും എല്ലാം എന്താണ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. കാരണം ഇവരുടെ എന്തെങ്കിലും ബോഡി പാർട്ട് പുറത്തുണ്ടെങ്കിൽ എന്ത് പറ്റും, കറക്റ്റ് സാൻഡിന് പുറത്തേക്ക് വരുന്ന പ്രിഡേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ബേഡ്സോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് തിന്നും. അതുകൊണ്ട് തന്നെ ഒരു പ്രിഡേഷൻ ഒഴിവാക്കും. അതോടൊപ്പം ഈ പറയുന്ന ബോഡി പാർട്ട് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ സാൻഡിലേക്ക് ഡയറക്റ്റ് സീറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവാപറേഷൻ ഉണ്ടായി ഡെസിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അവരെന്താണ് ബോഡിയിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിനുള്ളതും ഫീഡിങ്ങിനുള്ള എല്ലാ എല്ലാ അപ്പൻഡേജസ് എന്താണ് ബറോസ് ഉണ്ടാക്കി ബറോസിനകത്തേക്ക് കയറി വരും, അതിനകത്തേക്ക് റിട്രാക്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഹൈറ്റഡ് സമയത്ത് ഇവരുടെ ആക്ടിവിറ്റി എല്ലാം ഇൻക്രീസ് ആവുകയും ഇവർ ഫീഡിങ് അതോടൊപ്പം മീറ്റിംഗ്, റീപ്രൊഡക്ഷൻ, ഗ്യാസ് എക്സ്ചേഞ്ച് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഇവിടെ നോക്കാം. വെർട്ടിക്കൽ സോണേഷൻ സാൻഡി ഷോറിലുള്ളത് ഏറ്റവും ടോപ്പ് സോണിൽ എന്താണ് ഗ്രാസസ് ഒക്കെ വളർന്നിരിക്കും. ഇവിടെ എന്താണ് വളരെ ഡ്രൈ ആയിട്ടുള്ള സാൻഡ് ആയിരിക്കും, ഇവിടെ എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഓർഗാനിസത്തിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് താഴെ വരുന്നതാണ് ഡ്രൈയിങ് സാൻഡ്, അവിടെ മോയ്സ്ചർ ഉണ്ടായിരിക്കും, പക്ഷേ എന്താണ് അവിടെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും. ഇതന്നെയാണ് വാട്ടർ റിറ്റൻഷൻ സോൺ എന്ന് പറയുന്നത്. ഇവിടെ കാപ്പിലറി ഫോഴ്സ് വഴിയായിരിക്കും വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും ഐസോപോഡ്സ്, ക്രസ്റ്റേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ റിസർജൻസ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഹൈറ്റഡ് സമയത്ത് വെള്ളം വരികയും ആ വെള്ളം കുറച്ച് സമയം കൂടെ റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് റിസർജൻസ് എന്ന് പറയുന്ന ഏരിയ. ഇവിടെ പോളിക്കിഡ്സും വെയിൻസും ഒക്കെ കാണും. ദെൻ അതിനുശേഷം വരുന്ന ഏരിയയാണ് നമ്മുടെ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഫ്രിഞ്ച് സോൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ലോസ്റ്റ് ലോറ്റേഡ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഇവിടെ എക്സ്പോസ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഒരു വാട്ടർ എൻവയോൺമെന്റ് തന്നെ ആയിരിക്കും. ഇവിടെ പോളിക്കിഡ് വീഡ്സും അല്ലെങ്കിൽ ആംഫിപോഡ്സ്, ക്രസ്റ്റേഷ്യൻസ് തുടങ്ങിയ എല്ലാ ഓർഗാനിസവും എന്താണ് ഈ പറയുന്ന ഏരിയയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൻഷൻ സോണ്, അതിനുശേഷം റിസർജൻ സോണ്, അതിനുശേഷം സാച്ചുറേഷൻ സോണ്. ഇതായിരിക്കും എന്താണ് വെർട്ടിക്കൽ ആയിട്ടുള്ള സാൻഡി ഷോറിലുള്ള സോണേഷൻ എന്ന് പറയുന്നത്. സോ ബയോവാൽസ് പ്രൊജക്ട് ദെയർ സൈഫൺസ് ആൻഡ് ഫിൽറ്റർ വാട്ടർ ഫോർ ദ ഫുഡ് ആൻഡ് ഓക്സിജൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരെന്താണ് ഹൈറ്റഡ് സമയത്താണ് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്രീസ് ആവുന്നതെന്ന് പറഞ്ഞു. സോ ബയോവാൽസ് മേജറായിട്ട് അവരുടെ ഫിൽറ്റർ ഫീഡിങ്ങിന്റെ സൈഫൺസ് എല്ലാം വന്നിട്ട് അവർ എന്താണ് വാട്ടറിൽ നിന്ന് ഓക്സിജനിൽ നിന്നും ഓക്സിജൻ റിസീവ് ചെയ്യുകയും അതോടൊപ്പം റെസ്പിറേഷൻ നടത്തുകയും ഫിൽറ്റർ ഫീഡിങ് നടക്കുകയും ചെയ്യും. സീ സ്റ്റാർസും സാൻഡോളൈസും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹൈറ്റഡ് സമയത്താണ് ഫുഡ് സെർച്ച് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഹൈറ്റഡ് എന്താണ് ഫുഡ്, ഓക്സിജൻ അതോടൊപ്പം തന്നെ പ്രിഡേറ്റേഴ്സിനെയും കൊണ്ടുവരും. അതായത് ഹൈറ്റഡ് സമയത്തേക്ക് എന്ത് പറ്റും, ഇവിടെയുള്ള ഓർഗാൻസിനെ പിടിച്ചിരിക്കും. സീ വാട്ടർ ഫുൾ സബ്മർജിലാണല്ലോ. അപ്പോൾ എന്താണ് സീ ഓർഗാൻസ് എല്ലാം അങ്ങോട്ട് കയറി വരികയും ക്രാബ്സ്, ചെറിയ ഫിഷസ്, സ്കേറ്റ്, റേ തുടങ്ങിയ എല്ലാം വരികയും സർഫസിൽ പുറത്തേക്ക് വരുന്നത്. ഇവർ ഈ സമയത്താണല്ലോ ഇവർക്ക് ഫീഡിങ്ങും ബ്രീഡിങ്ങും ഒക്കെ വരുന്നത്. ഇവർ പുറത്തേക്ക് വരുന്ന ഈ ഓർഗാനിസത്തിനെ പിടിച്ച് കഴിക്കുകയും ചെയ്യും. സോ ലോ ടൈഡിന്റെ സമയത്താണെങ്കിൽ എന്ത് പറ്റും, ടെറസ്ട്രിയൽ പ്രിഡേറ്റേഴ്സ്, ബേഡ്സ് പോലുള്ള ടെറസ്ട്രിയൽ പ്രിഡേറ്റേഴ്സ് വരും. ഹൈറ്റഡ് സമയത്തേക്കാണ് മറൈൻ പ്രിഡേറ്റേഴ്സും വരും. അപ്പോൾ ഇത് എല്ലാം ഓവർകം ചെയ്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ ഓർഗാനിസംസ് സർവൈവ് ചെയ്യും. The infralittoral fringe is essentially a truly marine habitat and it is exposed only during the lowest spring tide. So lowest spring tide മാത്രമായിരിക്കും ഈ infralittoral spring zone എന്ന് പറയുന്ന സംഭവം മേജറായിട്ടും എന്താണ് എക്സ്പോസ്ഡ് ആകും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു പക്ക മറൈൻ ഹാബിറ്റാറ്റ് തന്നെയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ദിസ് സോൺ ഇസ് ഡോമിനേറ്റഡ് ബൈ സീ ഗ്രാസ് ബെഡ് വിത്ത് ആനിമൽസ് സച്ച് എസ് ബൈവാൽസ്, സ്നെയിൽസ്, സീ എർച്ചിൻസ് അല്ലെങ്കിൽ സാൻഡോളേഴ്സ്, ഫിഷ് തുടങ്ങിയ എല്ലാം ഈ പറയുന്ന ഏരിയയിൽ കാണും. കാരണം എന്താണ് അവിടെ എപ്പോഴും സബ്മർജ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഹയസ്റ്റ് ലോ സ്പ്രിംഗ് ടൈഡിൽ മാത്രമാണ് അവരെന്താണ് എക്സ്പോസ്ഡ് ആവുന്നത്. ആ സമയത്ത് എന്ത് പറ്റും, ഈ ഓർഗാനിസംസ് എല്ലാം മൊബൈൽ ആയിട്ടുള്ള ഓർഗാനിസം എല്ലാം അങ്ങോട്ട് പോവുകയും സീഗ്രാസിന്റെ ബെഡാണ്, അവർ വളരെ കുറച്ച് സമയം മാത്രം എക്സ്പോസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ അത് സർവൈവ് ചെയ്യുകയും ചെയ്യും. സോ ഇത് ഇത്രയാണ് ഇന്റർനെറ്റ് എക്കോസിസ്റ്റത്തെ പറ്റി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.